പ്രൈസ് ലോർഡ്. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തെ സ്പർശിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് കഴിഞ്ഞ 6 ദിവസക്കാലമായി ഈ കാലഘട്ടത്തിൽ ഷെക്കേന മിനിസ്ട്രിയിലൂടെ സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടത്തിൽ ചെയ്ത ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ ശുശ്രൂഷകളെ മുഴുവൻ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-8 തിരുവചനം. പരിശുദ്ധാത്മാവാണ് പാപബോധവും പശ്ചാത്താപവും നൽകുന്നത്. പ്രത്യേകിച്ച് പാപത്തിൻ്റെയും തിന്മയുടെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ഈ ലോകത്തിൽ പാപപരിഹാരം ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് കർത്താവായ ഈശോ മിശിഹായുടെ കുരിശു മരണത്തോട് ചേർന്ന് സഹിച്ചു പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ച ഈ കൂട്ടായ്മയോർത്ത് സ്വർഗത്തിലെ ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭവനത്തിലായിരിക്കുന്നവരും വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്നവരും നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 3-4 വാക്യങ്ങളിലൂടെ അഗ്നി നാവുകളുടെ രൂപത്തിൽ പെന്തക്കോസ്ത തിരുനാളുമേൽ സ്ലീഹന്മാരുടെ മേൽ അഗ്നിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും ഹൃദയങ്ങളുടെ മേലും അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്വരമുയർത്തി വിളിക്കട്ടെ. അതരങ്ങൾ തുറക്കട്ടെ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ പറന്നിറങ്ങട്ടെ. ജോർദാന്റെ മേൽ പറന്നിറങ്ങിയ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് പറന്നിറങ്ങട്ടെ. അഗ്നിയുടെ രൂപത്തിൽ, പ്രാവിന്റെ രൂപത്തിൽ, കൊടുങ്കാറ്റായി, അഭിഷേക ജ്വാലയായി പരിശുദ്ധാത്മാവേ തീയിറക്കണമേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിച്ച് പാടി ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ചു പാടാം. ഓ പറന്നിറങ്ങട്ടെ. അഭിഷേക കാറ്റ് വീശട്ടെ. ഓ കർത്താവേ, സ്നാനക്കടവിൽ ഇറങ്ങി വന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഓ റൂഹ, 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 കവിഞ്ഞൊഴുകണമേ. എല്ലാ ദൈവമക്കളും പാടി ആരാധിക്കട്ടെ. ഇരുവശത്തേക്കും കൈകളടിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവേ, പുതിയൊരു പെന്തക്കോസ്ത അഭിഷേകം കൊടുക്കണമേ. ഈ 40 ദിവസത്തെ പരിഹാര പ്രായശ്ചിത്തം വഴി ഭൂമിക്ക് ഉരുണ്ടിരിക്കുന്ന ഭൂമിയുടെ മേൽ സ്വർഗത്തിന്റെ പ്രകാശമിറങ്ങട്ടെ. സ്വർഗത്തിന്റെ വെളിച്ചമിറങ്ങട്ടെ. കരമടിച്ചു പാടി നമുക്ക് ആരാധിക്കാം. ഓ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. തീയിറങ്ങട്ടെ. നിറഞ്ഞു കവിയണമേ. പരിശുദ്ധ റൂഹ കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധാത്മാവേ, മുതിർന്നവരും ചെറിയവരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ഓ കുടുംബത്തിന്റെ മേൽ കാറ്റ് വീശട്ടെ. കോൺവെന്റുകളുടെ മേൽ കാറ്റ് വീശട്ടെ. സന്യാസ ഭവനങ്ങളുടെ മേൽ കാറ്റ് വീശട്ടെ. യുവതി യുവാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ. ബാലികമാലന്മാരെ അഭിഷേകം ചെയ്യണമേ. കൃപയ്ക്ക് മേൽ കൃപ പകരണമേ. യോഹന്നാൻ 1:16 കൃപയ്ക്ക് മേൽ കൃപ ഇപ്പോൾ പകർത്തി പ്രാർത്ഥിക്കുന്നു. യേശുവേ, തീ ഇറങ്ങണമേ. തീ ഇറങ്ങണമേ. തീ ഇറങ്ങണമേ. തീ, പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ഓ കരങ്ങൾ ഉയർത്തിയോ, കരങ്ങൾ അടിച്ചോ, കാലുകൾ മാറ്റി ചവിട്ടിയോ, ആടി വലഞ്ഞോ, ആരുമാരും ശ്രദ്ധിക്കരുത്. കർത്താവേ, ഈ സ്ഥലത്ത് നിന്ന് ദൈവശക്തി വ്യാപരിക്കുന്നു. കർത്താവേ, വിശുദ്ധരുടെ മേൽ പകർന്ന തീ, രക്തസാക്ഷികളുടെ മേൽ പകർന്ന തീ, വേദമാനങ്ങളുടെ മേൽ പകർന്ന തീ, ഓ അഗ്നിയുടെ അഭിഷേകം, തീയുടെ അഭിഷേകം, തീ
കാറ്റ് വീശട്ടെ. ഭയത്തിന്റെ അരൂപി, പാവത്തിന്റെ കെട്ടുകൾ, പാവത്തിന്റെ കോട്ടകൾ, ശാപക്കെട്ടുകൾ, തിന്മയുടെ കോട്ടക്കൊത്തളങ്ങൾ യേശു നാമത്തിൽ തകരട്ടെ. കർത്താവേ, ജനത്തെ അഭിഷേകം ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ 5 ഭൂഖണ്ഡങ്ങളിൽ പങ്കെടുക്കുന്ന, രാജ്യങ്ങളിൽ പങ്കെടുക്കുന്ന, വിവിധ സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളോട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് ഷെക്കന മിനിസ്ട്രി ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, വിളിക്കണം, വിളിക്കണം. ഓ, എല്ലാവരും സ്വരം ഉയർത്തട്ടെ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. ദൈവമക്കളെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കട്ടെ. ദൈവത്തിന്റെ റൂഹ, ദൈവത്തിന്റെ റൂഹ ഇന്ന് അഭിഷേകമായിട്ട് ഇറങ്ങാൻ പോവുക. ദൈവമക്കൾക്ക് അറിയാമോ, സ്വർഗം കാത്തിരുന്ന ഒരു ശുശ്രൂഷയാ, സ്വർഗം കരുതിയിരുന്ന ഒരു ശുശ്രൂഷയാ. സ്വർഗത്തിലെ അപ്പൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണെന്നറിയാമോ? പരിശുദ്ധ അമ്മ മാതാവ്, ഈശോയുടെ പ്രിയപ്പെട്ട അമ്മ, ഭാവികളുടെ സങ്കേതമായ പരിശുദ്ധി അമ്മ, ഭാവികൾക്ക് വേണ്ടി കണ്ണുനീരെടുക്കുന്ന പരിശുദ്ധി അമ്മ കാത്തിരുന്ന് കരുതി വെച്ച ശുശ്രൂഷയാണ് പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവസ്നേഹത്തിന്റെ അഗ്നി വ്യാപരിക്കട്ടെ. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷകളുടെ മേലെല്ലാം പെരുത്തിന്റെ റൂഹ നിറയട്ടെ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈരടികൾ നമ്മൾ പാടി നമ്മളെ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഓ, നിറയട്ടെ ആത്മാവേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധി പകരണമേ, വിശുദ്ധി പകരണമേ, വിശ്വാസം പകരണമേ, പ്രാർത്ഥനയുടെ അഭിഷേകം പകരണമേ. ദൈവസ്നേഹത്തിന്റെ ജ്വാല, കൊച്ചുത്രസിയായ തീപിടിപ്പിച്ച ജ്വാല, ആവിലായിൽ അമ്മത്രസിയായ ജ്വലിപ്പിച്ച തീജ്വാല, ഈജിപ്തിലെ ആന്റണിയുടെ മേൽ അഭിഷേകം പകർന്ന തീജ്വാല പകരട്ടെ. ഹല്ലേലൂയ. കവിഞ്ഞൊഴുകണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥനയാ ലോകത്തെ സ്പർശിക്കുന്ന ഈ ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസം ആദ്യത്തെ സന്ദേശം നൽകുന്നത് സ്നേഹബഹുമാനപ്പെട്ട അഭിബന്ധിയ കരിസ്മാറ്റിക് കമ്മീഷന്റെ ചെയർമാനായിരിക്കുന്ന പത്തനംതിട്ട രൂപതയുടെ അഭിബന്ധ്യ പിതാവ് മാർ സാമുൽ ഐരിസ് പിതാവിൻ്റെ സന്ദേശത്തോടെ നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുക. അഭിബന്ധ്യ പിതാവിൻ്റെ ശുശ്രൂഷയ്ക്കായി, കർത്താവിൻ്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ആമേൻ. ഷെക്കീന ടെലിവിഷൻ പ്രേക്ഷകരെ, നാം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു ശുശ്രൂഷയിലൂടെ കടന്നു പോവുകയാണ്. ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ശുശ്രൂഷയാണിത്. ലോകം വിവിധ മേഖലകളിൽ വളരെയേറെ വളർച്ച പ്രാപിച്ചു. എന്നാൽ അതിലേറെ തകർച്ചയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നാം ഊറ്റം കൊണ്ടിരുന്ന പലതും വെള്ളത്തിലെ കൊമള പോലെ പൊട്ടിത്തകരുന്ന ദയനീയമായ അവസ്ഥയാണ്. ഈ അവസരത്തിൽ നാം ഉയർത്തുന്ന പ്രാർത്ഥനകൾ 1.5 വർഷത്തിലേറെയായി ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാമാരിയെ തടഞ്ഞു നിർത്താനുള്ള പ്രാർത്ഥനയുടെ പ്രായശ്ചിത്തത്തിന്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ്.
നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. സഹനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാവും, മഹാമാരികൾ ഉണ്ടാവും. അതൊക്കെ മാനസാന്തരത്തിലേക്കും മഹാവിശുദ്ധന്മാരുടെ പിറവിയിലേക്ക് നയിച്ചിട്ടുണ്ട് എങ്കിൽ ഈ കാലഘട്ടം വിശ്വാസ പ്രതിസന്ധിയിലേക്കാണ് ഈ സാഹചര്യത്തെ നയിക്കുന്നത്. സാഹചര്യത്തിൽ നിന്നും മാനസാന്തരം ഉൾക്കൊള്ളാൻ മനുഷ്യന് സാധിക്കുന്നില്ല. അവൻ മറ്റു പലതിന് പിന്നാലെ ഓടുകയാണ്. ഈ രോഗം തന്നെ അല്പം കുറയുമ്പോൾ അവന്റെ പഴയ സ്വഭാവത്തിലേക്ക് അവൻ മടങ്ങിപ്പോകുന്നു. ഒന്നിനു പുറകെ ഒന്നായി പലതരത്തിലുള്ള ക്ലേശങ്ങൾ, മഹാമാരികൾ കടന്നു വരുമ്പോഴും മനുഷ്യൻ പ്രായശ്ചിത്തം അനുഷ്ഠിക്കാനോ പശ്ചാത്തപിക്കാനോ മാനസാന്തരപ്പെടാനോ ദൈവത്തിൽ ആശ്രയിക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ഈ ലോകത്തെ സ്പർശിക്കുക, ഈ ലോകത്തെ വിശുദ്ധീകരിക്കുക, ഈ മഹാമാരിയെ തടഞ്ഞു നിർത്തുക, ഈ കാലഘട്ടത്തെ സാക്ഷ്യത്തിന്റെ രക്ഷയുടെ ഒരു കാലഘട്ടമാക്കി, മഹാവിശുദ്ധന്മാരുടെ പിറവിയുടെ ഒരു കാലഘട്ടമാക്കി രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ഈ നൊമ്പരങ്ങൾ നന്മ പിറന്നു വീഴാൻ, മഹാവിശുദ്ധന്മാർ പിറന്നു വീഴാനുള്ള ഈറ്റുനോവായി രൂപാന്തരപ്പെടുത്താൻ നാം പ്രായശ്ചിത്തം ഏറെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇതുവരെ ഉള്ളത് മതിയാവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നാം കടന്നു വരണം. പാപത്തിന്റെ ഗൗരവം നാം മനസ്സിലാക്കണം. ഈ ദിവസങ്ങളിൽ വിവിധ മേഖലകളിൽ നാം ധ്യാന വിഷയമാക്കുകയാണ്. ഇന്നത്തെ ദിവസം അജാത ശിശുക്കളെ സംബന്ധിച്ച് നാം ധ്യാനിക്കണം, നാം പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ പിറന്നു വീഴേണ്ടവരാണ്. അവർക്ക് ജന്മം നൽകുവാൻ കർത്താവ് സ്വർഗം ആഗ്രഹിച്ചു. പക്ഷെ മനുഷ്യൻ അതിന് സമ്മതിക്കുന്നില്ല. എനിക്കൊരു കുഞ്ഞു മതി, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളെ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുന്നതിലൂടെ സാത്താൻ അവിടെ വിജയിക്കുകയാണ്. ഒരു കുഞ്ഞിന് പിറവി നിഷേധിക്കുന്നതിലൂടെ ചരിത്രം മാറ്റി എഴുതുവാൻ, കുടുംബത്തിന്റെ മാത്രമല്ല ഒരു ദേശത്തിന്റെ ചരിത്രം മാറ്റി എഴുതുവാൻ മനുഷ്യൻ പരിശ്രമിക്കുകയാണ് എന്നുള്ളത് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അമേരിക്കയിൽ എന്തുകൊണ്ട് വനിതാ പ്രസിഡന്റ് ഉണ്ടാകുന്നില്ല എന്നുള്ള ഹിലരി ക്ലിന്റന്റെ ചോദ്യത്തിന് വിശുദ്ധയായ മദർ തെരേസ ഉത്തരം നൽകി. അവർ പിറന്നു വീഴാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആ ഒരു സത്യം. മഹാന്മാര് പിറന്നു വീഴാൻ, മഹാവിശുദ്ധന്മാര് പിറന്നു വീഴാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആ ഒരു സത്യം. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുക ഒരു ശിശുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായ ഇടം അമ്മയുടെ ഉദരമാണ്. ആ ഉദരം കൊലക്കളമാകുക. ഒരു കുഞ്ഞിനെ കൊന്നിട്ട് അടുത്ത കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ കൊലക്കളത്തിൽ പിറന്നു വീഴുന്ന തലമുറ രൂപം കൊള്ളാൻ ഇടയായിത്തീരുന്നു എന്ന് അവർ ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി അവർക്ക് ജീവിക്കുക സാധ്യമല്ല. അവർക്ക് വിശ്വാസത്തിൽ ജീവിക്കുക സാധ്യമല്ല. പല തരത്തിലുള്ള വൈകൃതങ്ങളിലൂടെ ഈ ലോകത്തിൽ അവർ ജീവിക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെരമ്യായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വചനം, മാതാവിന്റെ ഉദരത്തിൽ വെച്ച് നിനക്ക് ഞാൻ രൂപം നൽകി, ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. ദൈവം രൂപം നൽകി, ദൈവം വിശുദ്ധീകരിച്ചു. അത് മാതാപിതാക്കൾ വിശുദ്ധീകരിക്കുകയല്ല, മനുഷ്യൻ വിശുദ്ധീകരിക്കുകയല്ല. മറിച്ച് ഓരോ പൈതലും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ പദ്ധതിയിലുള്ളവരാണ്. ഭാര്യ ഭർത്താക്കന്മാർ വിചാരിച്ചാൽ
കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ ദാനമായി കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി അവരെ വളർത്തിക്കൊണ്ടുവരാനും മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും മഹത്വം മനസ്സിലാക്കി തലമുറകൾക്ക് ജന്മം നൽകി വളർത്താൻ ജീവിതം ബലിയായി സമർപ്പിക്കാനും തയ്യാറാകുന്ന മാതാപിതാക്കളാണ് വിശുദ്ധരായ മാതാപിതാക്കൾ എന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. സഭ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. കാത്തലിക് ചർച്ചിൽ 2270 നാം വായിക്കുന്നു, മനുഷ്യജീവൻ ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ ആദരിക്കപ്പെടുകയും നിരുപാധികം സംരക്ഷിക്കപ്പെടുകയും ചെയ്യണം. മനുഷ്യജീവൻ ആദരിക്കപ്പെടേണ്ടതുണ്ട് എന്ന്, മനുഷ്യജീവന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന്. എന്തോ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ആദ്യ മനുഷ്യൻ തന്നെ സഹോദരന്റെ രക്തം വീഴ്ത്തി ഈ ഭൂമിയെ ഊഷരമാക്കി. ഈ ഭൂമിയെ രക്ഷിക്കുവാൻ കർത്താവ് സ്വന്തം രക്തം വീഴ്ത്തി ഈ ഭൂമിയെ വിശുദ്ധീകരിച്ചു. അങ്ങനെ കർത്താവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ഭൂമി വീണ്ടും കൊലക്കളമായി മാറുന്നു. മനുഷ്യരെ ആര് കൊല്ലുന്നു? ശത്രുക്കൾ കൊല്ലുകയല്ല, അയൽവക്കക്കാർ കൊല്ലുകയല്ല, മറിച്ച് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാൻ തയ്യാറാകുന്ന ദാരുണമായ ഒരവസ്ഥ. എത്രമാത്രം മാരകമായ ഒരു പാവമാണത്, എത്രയും ദയനീയമായ ഒരവസ്ഥയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഭൂമി നരകമായി തീരുന്നു. ഈ നിഷ്കളങ്ക രക്തത്തിൽ കുടുംബം പണിതുയർത്താൻ നമുക്ക് സാധിക്കുമോ? ഈ നിഷ്കളങ്ക രക്തത്തിൽ ഒരു നാടിനെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുമോ? അനുഗ്രഹീതമായ ഒരു തലമുറയെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. നീതിക്ക് വേണ്ടി കേഴുന്ന ഈ രക്തത്തിന് പരിഹാരം അനുഷ്ഠിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കണം. സങ്കീർത്തനം 139:16, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അവിടുത്തെ കാഴ്ചയിലാണ് ഞാൻ രൂപം കൊണ്ടത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം ഓർമ്മിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം നമ്മുടെ ധ്യാന വിഷയമാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പെയ്തിറങ്ങിയിട്ടുള്ള പെരുമഴയേക്കാൾ ഏറെ ഈ ഭൂമി കുതിർന്നിട്ടുള്ളത് നിഷ്കളങ്ക രക്തം വീണാണ്. ഭ്രൂണഹത്യയിലൂടെ ഇവിടെ ഒഴുക്കപ്പെട്ട നിഷ്കളങ്ക രക്തം, കൊച്ചു കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് ഏറ്റവും അധികം ശപിക്കപ്പെട്ട മണ്ണായി തീർന്നുവെങ്കിൽ അതിന് പരിഹാരം അനുഷ്ഠിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. കുടുംബങ്ങൾ തകർക്കാനാണ് സാത്താൻ കെണിയൊരുക്കുന്നത്. ഒരു കുഞ്ഞു മതി, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട, ആ കുഞ്ഞുങ്ങളെ കൊന്നുകളയാം എന്നുള്ള ചിന്ത അത് ഭ്രാന്തമായ ചിന്തയാണ്, അത് പൈശാചികതയാണ്. ഈ സാത്താനെ ബന്ധിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരിലൂടെ നമ്മളിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ള ഈ രക്തക്കറ, ഈ മഹാപാതകത്തിന് പരിഹാരം അനുഷ്ഠിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. വിശുദ്ധ ജിയനെ പറ്റി നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. വിശുദ്ധയായ അമ്മ 4ാമത്തെ ആ കുഞ്ഞിനെ ഭ്രൂണഹത്യ ചെയ്താൽ, പിറക്കാൻ അനുവദിക്കാതിരുന്നാൽ ആ അമ്മയ്ക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുമായിരുന്നു. അതിന് തയ്യാറാകാതെ കുഞ്ഞിന് ജന്മം നൽകി മരിച്ച അമ്മ, ആ അമ്മമാരുടെ പാരമ്പര്യമാണ് നമ്മളെ പാരമ്പര്യമെന്ന് നാം ഓർമ്മിക്കണം. അമ്മ ത്രേസ്യയുടെ കുടുംബത്തിൽ 12 മക്കളുള്ള കുടുംബത്തിലാണ് അമ്മ ത്രേസ്യ വളർന്നു വന്നത്. ആ മാതൃത്വത്തിന്റെ, ആ ഒരു വിശ്വമാതൃത്വത്തിന്റെ ഒരു മാതൃകയായി അമ്മ ത്രേസ്യ തീരുകയും ചെയ്യുന്നു. 25 മക്കളുടെ കുടുംബത്തിലെ 24ാമത്തെ കുട്ടിയാണ് വിയന്നയിലെ വിശുദ്ധ കത്രീന എന്ന് ഓർമ്മിക്കണം. ഇഗ്നേഷ്യസ് ലയോള 13 മക്കളിൽ ഏറ്റവും ഇളയവരാണ്. ഇവരൊക്കെ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളവരാണ് എന്ന് നാം ഓർമ്മിക്കണം. ഈ ചരിത്രം മാറ്റിക്കുറിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴാൻ നാം അനുവദിച്ചേ മതിയാകൂ എന്ന് നാം ഓർമ്മിക്കുക. പരിഹാരം അനുഷ്ഠിക്കണം. അമ്മ രക്തക്കണ്ണീരൊഴുക്കിക്കൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത് എന്താണ്? ഈ രക്തക്കണ്ണുനീര് കണ്ടുകൊണ്ട്, ഈ രക്തം കണ്ടുകൊണ്ടാണ്, ഈ നിഷ്കളങ്ക രക്തം കണ്ടുകൊണ്ട് കൂടിയാണ് എന്ന് ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ,
ഇതിന് പരിഹാരം അനുഷ്ഠിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കാം, നമുക്ക് ജപമാല എടുക്കണം. വിശുദ്ധ കുർബാനയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിഷ്കളങ്ക രക്തത്തിന് വേണ്ടി നാം പരിഹാരം അനുഷ്ഠിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണം. കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ ജപമാല, ആ കരുണയുടെ മണിക്കൂർ ആചരണം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുഞ്ഞുങ്ങളെ ആത്മീയമായി ദത്തെടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാം തയ്യാറാവണം. അതുപോലെ തന്നെ നാം ഓർമ്മിക്കുക, അജാത ശിശുക്കളുടെ ജപമാല അമേരിക്കയിൽ ഒഹാലോയിലെ മൗറീനായിക്ക് വെളിപ്പെടുത്തി കിട്ടി എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്ന ആ ജപമാല, കണ്ണു തുള്ളികൾ തീർത്തിട്ടുള്ള ആ ഒരു ജപമാല, ആ ജപമാല ഇങ്ങനെ വ്യത്യസ്തമായ ആയുധങ്ങളുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലൂടെ നമ്മളുടെ കണ്ണുനീര് വീഴ്ത്തി ഈ മണ്ണിനെ വിശുദ്ധീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഷിക്കിനായിലൂടെ നടക്കുന്ന ഈ ശുശ്രൂഷകളിലൂടെ ഈ മണ്ണ് വിശുദ്ധീകരിക്കപ്പെടാൻ, സ്വർഗം ഇറങ്ങി വന്ന് സ്പർശിച്ച് വിശുദ്ധീകരിക്കാൻ, നമ്മൾ ഓരോരുത്തരും മാനസാന്തരം കൊണ്ട് നിറയാൻ, പ്രായശ്ചിത്തവും പരിഹാരവും അനുഷ്ഠിക്കാൻ, നമ്മുടെ കുടുംബത്തെ ദേവാലയങ്ങളായി സ്വർഗത്തിന്റെ പതിപ്പുകളാക്കി രൂപാന്തരപ്പെടുത്താൻ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളിലൂടെ, ഞങ്ങളുടെ പൂർവികരിലൂടെ കടന്നു വന്നിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പിരക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് വധിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പിരക്കും. അവർക്ക് ജന്മം നിഷേധിച്ചവർക്ക് മാപ്പ് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ മേൽ പതിച്ചിട്ടുള്ള ഈ മഹാപാപത്തിന് അവിടുന്ന് പൊറുതി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായശ്ചിത്തത്തിന്റെയും മാനസാന്തരത്തിന്റെയും മനോഭാവം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ വ്യക്തികളായി, കുടുംബമായി, സഭയായി അവിടുത്തെ സന്നദ്ധിയിൽ മാപ്പിരക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും നാം ഓരോരുത്തരോടുകൂടെ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളോടുകൂടി, സവിശേഷമായും ഈ പ്രായശ്ചിത്തത്തിന്റെയും പ്രാർത്ഥനയും ശുശ്രൂഷയോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അഭിവന്ദ്യ പിതാവിലൂടെ കർത്താവ് നൽകിയ സന്ദേശത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വീണ് കരയുന്ന കുഞ്ഞുങ്ങൾ, രക്തം ചൊരിയപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, അത് ചെയ്തു കൂട്ടുന്ന മാതാപിതാക്കളുടെ മേൽ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീർ കണങ്ങളോട് ചേർത്ത് അമ്മ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ആവേ ആവേ പരിശുദ്ധ അമ്മേ, അമ്മേ അമ്മേ, അമലേ 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 മരിയേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാമോ? ആവേ ആവേ അമ്മേ, അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. അമലേ അമലേ, ഓരോ കുഞ്ഞുങ്ങളുടെ നിലവിളിയെ സമർപ്പിക്കുന്നു. അമലേ അമലേ പരിശുദ്ധ അമ്മേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയുടെ 7ാമത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുക. നമുക്കറിയാം, ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഏകദേശം 40 ലക്ഷം, ഇന്നത്തെ ദിവസത്തെ കണക്കനുസരിച്ച് 40 ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ 18 മാസത്തിനുള്ളിൽ കോവിഡ് മഹാമാരി മുതൽ വേദനിച്ച് മരിച്ചത്. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, കോവിഡ് മഹാമാരി മൂലം മരിക്കുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ ധാരാളം ചർച്ച നടത്തുമ്പോൾ പലരും ചിന്തിക്കാത്തതും പറയാത്തതും ചാനലുകളിൽ ചർച്ച നടത്താത്തതും സോഷ്യൽ മീഡിയയിൽ വാർത്തയാകാത്തതുമായ
ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു വരിക. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഒരു വർഷം 4.5 കോടി കുഞ്ഞുങ്ങളെയാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കശാപ്പ് ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മയുടെ ഉദരത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീഴുന്ന മാരക ശാപമാണ് അബോർഷൻ. ഒരു ദിവസം 1.25 ലക്ഷം കുഞ്ഞുങ്ങളെ കൊല്ല ചെയ്യപ്പെടുന്നുണ്ട്. കോവിഡ് മഹാമാരി ഓർത്ത് വേദനിക്കുകയും കരയുകയും ചർച്ച നടത്തുകയും ചെയ്യുന്ന ദൈവമക്കൾ ഒരു കാര്യം മറന്നു പോകരുത്, വിസ്മരിച്ചു പോകരുത്. അനേകം അമ്മമാരുടെ ഗർഭപാത്രങ്ങൾ സാത്താന്റെ ഇരയായി മാറുക, സാത്താന്റെ ബലിയായി മാറുക. ഇന്ന് അനേകം കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക പീഡയാണ് അബോർഷൻ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 50 കോടിയിലധികം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ 2 ലോക മഹായുദ്ധത്തിൽ സംഭവിക്കാത്തതിനേക്കാൾ കൂടുതൽ, ലോകത്തിലെ സകല തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിന്റെ മാരക ശാപമാണ് ഇന്ന് ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു, അത് താങ്ങുന്ന അകൃത്യം അതത്ര ഭാരമേറിയതാ. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. നമുക്കറിയാം, ഒരു അമ്മയുടെ ഗർഭപാത്രം, ഏറ്റവും സുരക്ഷിതം നൽകുന്ന ഗർഭപാത്രത്തില് ഇന്ന് കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുമ്പോ ഈ കുഞ്ഞിനെ നമുക്കറിയാം 6 മാസം 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഒരു കൊടിലുകൊണ്ട് ഗർഭപാത്രത്തെ വികസിപ്പിച്ചിട്ട് ഡോക്ടർമാർ ഒരു കൊടിൽ ഉപയോഗിച്ച് ഈ കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കൂടെ ഓടിക്കൊണ്ട് ആ കുഞ്ഞ് പറയുന്ന ഒരു വാക്കുണ്ട്, അമ്മേ 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 എന്നെ കൊല്ലല്ലമ്മേ. പ്രിയപ്പെട്ട അമ്മമാരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊല്ലുമ്പോ ഈ കുഞ്ഞ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ, ഒരമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതം നൽകേണ്ട ഈ ഗർഭപാത്രത്തിൽ നിങ്ങളുടെ ഓമന കുഞ്ഞിന്റെ കണ്ണുനീര് വീഴുന്നത് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിന്റെ സന്ദേശത്തെ അമ്മ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ വേദനയിൽ ഒന്നാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുനീര്. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ നമുക്കറിയാം, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. ജെറമിയ 1:5, നീ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞു, നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുമ്പോ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും ചേർന്ന് ഫെലോപ്പിൻ ട്യൂബിൽ വെച്ച് ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ അതിന് ആത്മാവുണ്ട്, ജീവനുണ്ട്. ഈ കുഞ്ഞിനെ നമ്മൾ നശിപ്പിക്കുമ്പോൾ, നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കറയോ കളങ്കവും ഇല്ലാത്ത കുഞ്ഞാടായ ഈശോ മിശിഹായുടെ പരിശുദ്ധ രക്തമുള്ള ഈശോ മിശിഹായുടെ പരിശുദ്ധനായ ഉണ്ണി മിശിഹായുടെ പ്രതിച്ഛായ പോലെ, അതായത് കർമ്മപാപമില്ലാതെ ഈ നിഷ്കളങ്ക കുഞ്ഞിനെ ഒരമ്മ കൊല്ലുമ്പോ ഈ കുഞ്ഞിന്റെ നിലവിളി, അമ്മേ എന്നെ കൊല്ലല്ലേ, അപ്പാ എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ എന്ന് പറയുന്ന ഈ നിലവിളി ഉണ്ടല്ലോ, അതായത് സ്വർഗത്തിലേക്ക് ഉയർന്ന് പിതാവായ ദൈവത്തിന്റെ കർണപുടങ്ങളിൽ എത്തുമ്പോൾ ഈ ഭൂമിയെ നശിപ്പിക്കാനുള്ള ദൈവത്തിന്റെ കോപം പുറപ്പെടുന്നതായി പരിശുദ്ധ അമ്മ പറയുക. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുക, എന്റെ പ്രിയപ്പെട്ട മകൻ കുത്തിത്തളയ്ക്കപ്പെട്ട തിരുവിലാവിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും കുന്തം കൊണ്ട് കുത്തുന്ന മാരക പാപമാണ് അബോർഷൻ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ചിരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ദൈവമക്കളെ. നമ്മളിന്ന് മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. അനേകം കുടുംബങ്ങളെ നിങ്ങൾ ഓർക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ആബേലിന്റെ ദുഷ്കളങ്ക രക്തം ഈ മണ്ണിലേക്ക് വീഴുമ്പോൾ അത് ശാപമായി മണ്ണിനെ ശപിക്കപ്പെട്ടതുപോലെ ഇന്ന് പല കുടുംബങ്ങളിലും മറ്റുള്ളവർ അറിയുന്നില്ല, ലോകം അറിയുന്നില്ല, മനുഷ്യരുടെ മുമ്പിൽ അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ ആറ്റാരും അറിയപ്പെടാതെ ചെയ്തു കൂട്ടുന്ന ഈ കൊലപാതകമെന്ന മാരകപാപം വഴി ആ വീട് ശപിക്കപ്പെടും, ആ കുടുംബം ശപിക്കപ്പെടും, തലമുറകൾ ശപിക്കപ്പെടും, ദേശം ശപിക്കപ്പെടും,
ശിക്ഷിക്കപ്പെടും. ഓർക്കണം ദൈവമക്കളെ, നമ്മൾ കണക്ക് പറഞ്ഞു 50 കോടിയിലധികം കുഞ്ഞുങ്ങളെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കൊന്നൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ണുനീരും രക്തവും ഈ ഭൂമിയുടെ മേൽ ശാപമായി, ബന്ധനമായി, പൈശാചിക പീഡയായി കടന്നു വരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഈശോയുടെ മക്കളെ, ഈ കണ്ണുനീരിന് വേണ്ടിയാ, ഈ രക്തത്തിന് വിലയായിട്ടാ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ ഇത് ചെയ്തവർക്ക് വേണ്ടി, ഇത് ചെയ്തു കൂട്ടുന്നവർക്ക് വേണ്ടി, ഇത് ചെയ്യാൻ അനുവാദം കൊടുത്ത രാജ്യങ്ങൾക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ മുട്ടുകുത്തി പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയാ സ്വർഗത്തിലെ ദൈവം ഈ ശെക്കനാം യേശുവിലൂടെ ഈ 7ാമത്തെ ദിവസം ഈ വിഷയം തെരഞ്ഞെടുത്തു തന്നത്. സ്വർഗത്തിലെ അപ്പൻ ഒരു പദ്ധതിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വഴി, നിങ്ങളുടെ പരിത്യാഗം വഴി ഇങ്ങനെ മാരകഭാവം ചെയ്തു കൂട്ടുന്ന ഈ ലോകത്തിന് മേൽ ദൈവത്തിന്റെ കൃപയുടെ കരുണ കടന്നു വരുവാൻ ദൈവമക്കളെ ക്ഷണിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ ശുശ്രൂഷ. അഭിഷേകത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, കുറച്ചു മുമ്പ് നമ്മൾ കേട്ടു അഭിവന്ദ്യ സാമുവേൽ ഐറിസ് തിരുമേനിയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു സംഭവം. നമുക്കറിയാം, അമേരിക്കയില് 1997 ഒക്ടോബർ മാസം 7-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവിന്റെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസം മൗറിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകള് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണും. ഈ മകള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് പരിശുദ്ധ അമ്മ മാതാവ് കരഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ കയ്യിൽ ഒരു ജപമാലയുണ്ട്. ആ ജപമാലയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ ജപമാലയുടെ ഓരോ മുത്തുകളും നീലക്കാപ്പയുടെ കളറാ. ആ ജപമാല സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ആ ജപമാലയ്ക്കകത്ത് ഇന്ന് കൊല ചെയ്യപ്പെടുന്ന, നിഷ്കരണം കൊന്നൊടുക്കുന്ന, ആരുടെ മുമ്പിൽ ശബ്ദിക്കാൻ പോലുമില്ലാതെ നിസ്സഹായ അവസ്ഥയിൽ പിടഞ്ഞമ്മമാരുടെ ഗർഭപാത്രത്തിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന അജാത ശിശുക്കളെ അമ്മ മാതാവിന്റെ കണ്ണുനീരിൽ പൊതിഞ്ഞ ഓരോ മുത്തുകളാ. എന്നിട്ട് മൗറിനോട് പരിശുദ്ധി അമ്മ പറഞ്ഞു, മൗറിൻ, ഈ ജപമാല നീ ലോകത്തിൽ പ്രചരിപ്പിക്കണം. എന്നിട്ട് അമ്മ മാതാവ് പറയുക, ഈ ജപമാലയുണ്ടല്ലോ, ഈ ജപമാലയുണ്ടല്ലോ അണുവായുധത്തെക്കാളും 10,000 ഇരട്ടി ശക്തിയുള്ളതാ. എന്നിട്ട് അമ്മ പറയുക, ഈ ജപമാല പ്രചരിപ്പിച്ച് പ്രത്യേകിച്ച് അജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഈ ജപമാല ഓരോ വ്യക്തികളും ചൊല്ലുമ്പോൾ അബോർഷൻ കോട്ടകള്, അബോർഷൻ ക്ലിനിക്കുകള്, അബോർഷൻ കേന്ദ്രങ്ങള്, അബോർഷൻ തടയുവാൻ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് നൽകിയ ശക്തമായ ആയുധമാണ് അജാത ശിശുക്കളുടെ ഈ ജപമാല. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയുന്ന സഭയെ തകർക്കുവാൻ, സഭയുടെ കൂട്ടായ്മയെ തകർക്കുവാൻ, പ്രത്യേകിച്ച് ലോകത്തിൽ തിന്മ വരിപ്പിക്കാൻ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ബ്ലാക്ക് മാസുകാർ. അതിൽ സക്കർ കിങ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ സാക്ഷ്യമുണ്ട്. കാനഡ ദേശക്കാരനാണ്. 15-ാമത്തെ വയസ്സിൽ പൈശാചിക കൂട്ടായ്മയിൽ പങ്കെടുത്ത മനുഷ്യൻ, 64-ലധികം കൊലപാതകം ചെയ്തൊരു മനുഷ്യൻ, സകല മ്ലേച്ഛതയ്ക്കും ജഡികപാപത്തിന് അടിമപ്പെട്ട് ഫ്രീമേസന്റെ 8-ാം സ്റ്റെപ്പിലെത്തിയ മനുഷ്യൻ, സാത്താനുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാനഡ എന്ന് പറയുന്ന രാജ്യത്തിൽ സാത്താൻ സഭയുടെ തലവനായിരുന്ന മനുഷ്യൻ, പിന്നീട് അനേകം വ്യക്തികളുടെ ജപമാല പ്രാർത്ഥനയുടെ ഫലമായി മാനസാന്തരപ്പെട്ട ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം പറയുന്നുണ്ട്. സാത്താൻ സേവ നടത്താൻ യൂറോപ്പിലേക്ക് ചെന്നപ്പോൾ, യൂറോപ്പിലൊരു രാജ്യത്ത് പ്രത്യേകിച്ച് പൈശാചിക ആരാധന നടക്കുന്ന കേന്ദ്രത്തില് 7 മാസം ഗർഭിണിയായ പൈശാചിക ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അബോർഷൻ ചെയ്യിച്ച് ഈ കുഞ്ഞിനെ എടുത്ത് സാത്താന് നരബലി കൊടുക്കുവാൻ തീരുമാനമെടുത്തു. അദ്ദേഹം പറയുന്ന, സക്കർ കിങ് പറയുന്ന ഒരു കാര്യമുണ്ട്. പൈശാചിക ശക്തികൾ ഏറ്റവും പ്രബലപ്പെടുന്നത്, പൈശാചിക ശക്തികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഗർഭത്തെ ശിശുവിന്റെ അബോർഷനെയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, പിശാച് നേരിട്ടിറങ്ങി വരും ഒരു വീട്ടിൽ, പിശാച് നേരിട്ടിറങ്ങി വരുന്ന ഒരു പാപമാണ് അബോർഷൻ. ഇദ്ദേഹം പറയുക, ഇദ്ദേഹം ഇത് ചെയ്യാൻ വേണ്ടി ടേബിളിൽ പെൺകുട്ടിയെ കിടത്തി, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, അബോർഷന് മരുന്ന് കൊടുത്തു. എത്ര നോക്കിയിട്ട് ഈ
സ്ത്രീ പ്രസവിക്കുന്നില്ല. കുറെ പരിശ്രമിച്ചു. ഇദ്ദേഹം അസ്വസ്ഥപ്പെട്ട് പിശാചിനോട് ചോദിച്ചു, എന്താ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ സാത്താൻ അലറിക്കൊണ്ട് സക്കർക്കിങ്ങിനോട് പറഞ്ഞെന്ന് പറയുന്നത്, നീ ജനാല തുറക്ക്, നീ ജനാല തുറക്ക്. സക്കർക്കിങ് എന്ന് പറയുന്ന ഈ സാത്താൻ ആരാധകൻ, സാത്താന്റെ പുരോഹിതൻ ജനാല തുറന്നു നോക്കിയപ്പോൾ ഇതാ പ്രോ ലൈഫ് പ്രവർത്തകർ, ജീവന്റെ രക്ഷകരായ സഹോദരങ്ങൾ മുട്ടുകുത്തി കൈവിരിച്ചു പിടിച്ച് അബോർഷൻ ക്ലിനിക്കെതിരായി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് പറയുക, ഈ ജപമാല ചൊല്ലുന്നിടത്ത് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കഞ്ചിക്കോട് റാണി ജോണിലൂടെ, ബഹുമാനപ്പെട്ട സന്തോഷ് കരിമത്ര ബ്രദറിലൂടെ ഈ ശുശ്രൂഷ ഇന്ന് ലോകം മുഴുവൻ വ്യാപിപ്പിക്കുമ്പോൾ സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. പരിശുദ്ധി അമ്മയുടെ സന്ദേശങ്ങള്, പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണത്തോട് ചേർന്ന് അമ്മമാരാ പ്രത്യക്ഷപ്പെട്ട മഡ്ജുഗോറി ആയിക്കോട്ടെ, ഗഡിലിപ്പായ ആയിക്കോട്ടെ, ഗരബന്താൾ ആയിക്കോട്ടെ, ലാസുലറ്റി ആയിക്കോട്ടെ, ഫാത്തിമ ആയിക്കോട്ടെ, പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ അമ്മ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പിശാചിനെതിരെ, സാത്താനെതിരെ എന്റെ ഏറ്റവും വലിയ സ്വർഗത്തിന്റെ ആയുധമാണ് പരിശുദ്ധ ജപമാല. ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഇതാ മൗറിന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി അജാത ശിശുക്കളുടെ ജപമാല ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ, ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ കൊലയ്ക്ക് ചില വീടുകൾ കൂട്ടിയിരുന്നിട്ടുണ്ട്. ഇന്ന് തന്നെ പരിഹാര പ്രാർത്ഥനകൾ തുടങ്ങണം. നമുക്കറിയാം, ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ, പാപം എന്ന് പറയുന്ന സ്പിരിറ്റാ, പാപത്തിലൂടെ പിശാച് കടന്നു വരും. കൊലപാതകം സാത്താൻ പ്രോസസ് ചെയ്യുന്ന, സാത്താൻ ആവസിക്കുന്ന ഒരു സ്പിരിറ്റാ. അതുകൊണ്ടാണ് ദൈവമക്കളെ, പാപം ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ പാപം ചെയ്യുമ്പോൾ, ഒരു വീട്ടിൽ ഭ്രൂണഹത്യ ചെയ്യുമ്പോൾ, അവിടെ 5-ാം പ്രമാണം ലംഘിക്കുമ്പോൾ, നിഷ്കളങ്ക കുഞ്ഞിന്റെ രക്തം വീഴുമ്പോൾ, ആ കുഞ്ഞിന്റെ രക്തം വീഴുന്ന മണ്ണ് ശപിക്കപ്പെട്ടതായി മാറും. അതുകൊണ്ടാണ് ദൈവമക്കളെ, കുമ്പസാരം എന്ന കൂദാശ വഴി പാപം മോചിക്കപ്പെട്ടാലും കാലിക ശിക്ഷ നിലനിൽപ്പുണ്ട്. ഒരു വീട്ടിൽ ഈ പാപം ചെയ്തു കഴിഞ്ഞാൽ കുമ്പസാരം മാത്രം പോരാ. ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കുമ്പസാരം എന്ന കൂദാശ എന്ന്, കുമ്പസാരം എന്ന കൂദാശ അതായത് മരത്തിൽ ആണി അടിക്കുന്ന ഈ ആണിയെ പിഴുതെറിയുന്നതാണ് കുമ്പസാരം. ഞാനും നിങ്ങളും കുമ്പസാരിക്കുമ്പോൾ, അബോർഷൻ എന്ന പാപത്തിനെതിരെ കുമ്പസാരിക്കുമ്പോൾ ഈ പാപത്തെ പിഴുതെറിയും. പക്ഷേ ജനോവയിലെ വിശുദ്ധ കാതറിൻ പറയുക, ഈ മരത്തിനകത്ത് ആണി അടിച്ചതിന്റെ തുളകിടപ്പുണ്ട്, കിഴുത്തയുണ്ട്. അതടയ്ക്കണമെങ്കിൽ ഈശോ മിശിഹായുടെ കാൽവരി കുരിശിന്റെ ബലിയോട് ചേർന്ന് ജീവിതത്തിൽ പ്രാശ്ചിത്ത പരിഹാരം ചെയ്യണമെന്ന വിശുദ്ധ ജനോവയിലെ വിശുദ്ധ കാതറിൻ സഭാ മക്കളോട് പറയുന്നത്. ദൈവമക്കളെ, ഒരു വീട്ടിൽ ഈ കൊലപാതകം ചെയ്താൽ അന്തരീക്ഷത്തിൽ ഈ സ്പിരിറ്റ് നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണ് നീ എത്ര പാപം ചെയ്ത വീടാണോ അതിന്റെ ഇരട്ടിയായിട്ട് നീ അവിടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ അന്തരീക്ഷത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തില് ദൈവം തന്ന കുഞ്ഞിനെ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച കുഞ്ഞിനെ നിഷ്കരണം കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് ശാപപാപം കിടപ്പുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത്. നിസ്സാരമായിട്ട് കാണരുത്. IS തീവ്രവാദികൾ കൊന്നൊടുക്കുന്നതിനേക്കാളും, ഹിറ്റ്ലർ കൊന്നൊടുക്കുന്നതിനേക്കാളും ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയല്ല. അമ്മമാരെ, ഇന്ന് ലോകത്തിലെ സ്ത്രീകളുടെ ഗർഭപാത്രം കൊലക്കളമായി മാറുന്നു. നിങ്ങൾ ഓർക്കണം, 2 വയസ്സ് 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ സമ്മതിക്കുവോ? നിങ്ങളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന, മോണ കാണിച്ച് ചിരിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റുമോ? ഇതേപോലൊരു കുഞ്ഞാ നിങ്ങളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്. അത് ആത്മാവുണ്ട്, ജീവനുണ്ട്. ഈ കുഞ്ഞിനെ കൊല്ലാൻ തുടങ്ങുമ്പോ ഈ കുഞ്ഞിന് ഓടാൻ പറ്റത്തില്ല,
ഈ കുഞ്ഞിന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു വലിയ മനുഷ്യനാണ്, ഓടി രക്ഷപ്പെടാൻ പറ്റും. ഏറ്റവും സുരക്ഷിതത്വം നൽകേണ്ട അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ഈ കുഞ്ഞ് കിടന്ന് കരയുമ്പോ, ഈ കുഞ്ഞ് കരയുമ്പോ ഈ കണ്ണുനീരുകൾ കാണാതെ പോകരുത്. ദൈവമക്കളെ, ലോകത്തിന്റെ തകർച്ചയുടെ കാരണം, ഈ രോഗത്തിന്റെ കാരണം, മഹാമാരി വിട്ടുപോകാത്തതിന്റെ കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ സമയം വരെ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 2021 ജനുവരി മാസം തൊട്ട് ജൂലൈ മാസം ഈ ദിവസം വരെ, ഈ ഇന്ന് വരെ കണക്കെടുത്തപ്പോൾ 2,17,00,000 കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി കളഞ്ഞ് 6 മാസം കൊണ്ട്. ഈ സ്വർഗത്തിനൊരു വേദനയില്ലേ? പരിശുദ്ധി അമ്മ വെറുതെയാണോ കരയുന്നത്? പരിശുദ്ധി അമ്മ വെറുതെയാണോ കരയുന്നത്? 947 ഇറ്റലിയിലെ മോണ്ടിച്ചേരിയില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നഴ്സിന് മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടില്ലേ? അമ്മയുടെ ഹൃദയത്തിൽ 3 വാളുണ്ടായില്ലേ? ആ അമ്മയല്ലേ ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയില്ലേ? അമ്മയുടെ പ്രിയപ്പെട്ട മകനാ സ്റ്റെഫാനോ ഗോപി എന്ന് പറഞ്ഞ വൈദികൻ അടുത്ത കാലത്ത് മരിച്ചുപോയി. പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മകനായ ജോൺ പോൾ മാർപ്പാപ്പയുടെ അടുത്ത് സ്റ്റെഫാനോ ഗോപി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പാപ്പാ, പാപ്പാ, എന്തിനാണ് പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ കരയുന്നത്? ഉടനെ മാർപ്പാപ്പ സ്റ്റെഫാനോ ഗോപിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛാ, ഫാദർ, എപ്പോഴാണ് നമ്മുടെ അമ്മമാര് കരയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ അമ്മമാർ എപ്പോഴും ഏറ്റവും കൂടുതൽ കരയുന്നത് എന്തിനാ? 9 മാസവും 9 ദിവസവും ഉദരത്തിലിട്ട് വളർത്തി, കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ഓമനിച്ചു വളർത്തിയ കുഞ്ഞിനെ അമ്മയുടെ രക്തം വെളുത്തു വരുന്ന മുലപ്പാല് കൊടുത്ത്, അമ്മിഞ്ഞ പാല് കൊടുത്ത് വളർത്തി നൊന്ത് പ്രസവിച്ച് ഈ കുഞ്ഞ് വഴിതെറ്റി പോകുമ്പോ ഏത് പെറ്റമ്മയുടെ ചങ്ക് തകരും. ഈശോ മിശിഹ മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി 3 ആണിമേൽ തൂക്കപ്പെട്ട ആകാശത്തിന് ഭൂമിയുടെ മധ്യേ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോ പോലും പരിശുദ്ധ അമ്മ കരഞ്ഞിട്ടില്ല. പരിശുദ്ധ അമ്മ എപ്പോഴാ കരയെന്നറിയാമോ? നിങ്ങൾക്കറിയാമോ? പരിശുദ്ധ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയില്ല. പീലാത്തോസിന്റെ കാൽത്തടത്തിൽ വെച്ച് വിശുദ്ധ ബ്രിജിറ്റായ്ക്ക് ഈശോ വെളിപ്പെടുത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അത്രമാത്രം വിരൂപനാക്കപ്പെട്ട ഈശോ അവനെ കണ്ടവര് മുഖം തിരിച്ചു കളഞ്ഞു. 10,000 ശ്രേഷ്ഠനായവനെ, കുഞ്ഞാടിനെ അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവനെ വലിച്ചഴച്ചു കൊളക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പരിശുദ്ധ അമ്മ കരഞ്ഞിട്ടില്ല. വിശുദ്ധ ബ്രിജിറ്റ പുണ്യവതി ഈശോയോട് ചോദിക്കുക, ഈശോ മിശിഹായെ, നിന്റെ പീഡാസഹനത്തിന്റെ വെളിപ്പെടുത്തൽ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ദൈവമാതാവിന്റെ ദേവാലയത്തിൽ ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ ഈശോ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തിയ ചരിത്രമുണ്ട്. എന്നെ അവർ കൊണ്ടുപോകുമ്പോ 130 പടയാളികൾ എന്നെ വലിച്ചടിച്ചുകൊണ്ടുപോയത്. എന്റെ ശിരസിൽ അവര് ഞാൻ അടിച്ചു. അവരെന്നെ 5 കോടതി കയറ്റി. അവരെന്നെ വലിച്ചടിച്ചുകൊണ്ട് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ഞാൻ ഗാഗുൽത്തായിൽ പോകുമ്പോൾ അവരെന്നെ അടിച്ചു പറിക്കുന്നുണ്ട്. എന്റെ ശരീരത്തിൽ പീലാത്തോസിന്റെ കഴുത്തളത്തിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോ മുള്ളുപോലുള്ള ചമ്മട്ടികള്, കാട്ടക്കഷ്ണങ്ങള്, ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് അടിക്കുമ്പോൾ 5686 അടിയേറ്റെന്നാണ് വിശുദ്ധ ബ്രിജിറ്റ പറയണത്. 1008ഓളം അസ്ഥി കാണാവുന്ന മുറിവുകൾ ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോയെ അടിച്ചു പറച്ചു കിടക്കുമ്പോ പോലും നൊന്ത് പ്രസവിച്ച പരിശുദ്ധി അമ്മ, പൊട്ടിക്കരയാത്ത പരിശുദ്ധി അമ്മ. ഈശോയുടെ മക്കളെ, ഈ കാലയളവിൽ ചിന്തിക്കണം. ഈ കാലയളവിൽ ഈശോ മിശിഹ കുരിശിൽ കിടന്നിട്ട് പിടഞ്ഞിട്ട് മരിക്കുന്ന സമയത്ത് കരയാത്ത പരിശുദ്ധി അമ്മ ഇന്ന് ലോകത്തെ നോക്കി കരയുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. ഈശോ മിശിഹ നേടിയെടുത്ത ജനത്തെ സാത്താൻ പാപം ചെയ്യിച്ച് നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടുന്ന കാണുമ്പോ പരിശുദ്ധ അമ്മ മാതാവിന്റെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണുനീരൊഴുകുക. ഹല്ലേലൂയ പറഞ്ഞേ. ഈ ശുശ്രൂഷ കർത്താവ് ഒരുക്കിയത് ഇതാനുതാപത്തിന്റെ ശുശ്രൂഷയാ. ഇതാരെയും ഭയപ്പെടുത്താനല്ല കേട്ടോ. നരകത്തെ പറ്റിയും സ്വർഗത്തെ പറ്റിയും 2ാം വരവിനെ കുറിച്ചും
പാപത്തെക്കുറിച്ചും പ്രസംഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇതാരെയും ഭയപ്പെടുത്താനോ ആരെയും പേടിപ്പിക്കാനോ ഉള്ള സത്യമാണിത് പറയണത്. പരിശുദ്ധി അമ്മ കരയുന്നത് എന്തിനാ? ഫാത്തിമയിലെ കുട്ടികൾക്ക് വെളിപ്പെടുത്തിയത് എന്തിനാ? ബർണിദിത്തേക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്തിനാ? ദൈവമക്കളെ, സത്യം തിരിച്ചറിയണം. സാത്താൻ സുഖം തരും, സാത്താൻ ജഡം തരും. വീണ്ടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച് അതിനെ കൊന്നെടുക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല സാത്താന് ബലി കൊടുക്കുന്നതാണ് ഭ്രൂണഹത്യ. അതുവഴി സാത്താൻ ആ ഗർഭപാത്രത്തിൽ ആ കുടുംബത്തിലേക്ക് കടന്നു കയറി അനുദവിക്കാതെ ഈ അമ്മ അപ്പൻ മരിക്കുമ്പോൾ ഈ ആത്മാവിനെ നരകത്തിൽ കൊണ്ടുപോകാനുള്ള സാത്താന്റെ കൊടും ചതിയാണ് ഭ്രൂണഹത്യ. ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഓ കർത്താവിന്റെ കരുണ, ഓ കർത്താവിന്റെ കരുണ ഇറങ്ങട്ടെ, കർത്താവിന്റെ കരുണ ഇറങ്ങട്ടെ. അടഞ്ഞ ഹൃദയങ്ങളെ തുറക്കണമേ. ഭ്രൂണഹത്യ എന്ന മാരക പാപത്തിനുമേൽ കർത്താവിന്റെ കരുണ ഇറങ്ങട്ടെ. സ്വരമുയർത്തി വിളിക്കുന്ന യേശുവേ, ലോകത്തെ സ്പർശിക്കണമേ, ജനകോടികളെ സ്പർശിക്കണമേ. ഭ്രൂണഹത്യ അംഗീകരിച്ച രാജ്യത്തിന്റെ ഭരണാധികാരികളെ സ്പർശിക്കണമേ. കർത്താവേ, ഈ ശുശ്രൂഷ വഴി ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ജനകോടികളെ സ്പർശിക്കട്ടെ. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരങ്ങളും അനുതാപങ്ങളും കണ്ണുനീരുകളും പശ്ചാത്താപത്തിന്റെ കണ്ണുനീര് മണ്ണിൽ കുതിർന്നു വീണട്ടെ. നിലവിളിക്കുന്ന കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രിയപ്പെട്ട അമ്മേ ഒന്ന് കൈ ഉയർത്താമോ? പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട മോനെ, നീ ഒന്ന് കൈ ഉയർത്തിക്ക്. നിന്റെ ജോലിക്ക് വേണ്ടിയല്ല, രക്തം വീണ് കുതിരുന്ന മണ്ണ് പിതാവിന്റെ കണ്ണുനീര് കാണുന്നില്ലേ? പുത്രനായ ഈശോയുടെ കണ്ണുനീര് കാണുന്നില്ലേ? പരിശുദ്ധ റൂഹായുടെ വേദന കാണുന്നില്ലേ? പരിശുദ്ധ അമ്മയുടെ വേദന നീ കാണുന്നില്ലേ? ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്വരമുയരട്ടെ, സ്വരമുയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളിൽ കനിയേണമേ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഒരു നിമിഷം നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നമ്മൾ പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. നമ്മൾ ഇനി വെറുതെ ഇരിക്കാൻ പറ്റില്ല. 1.5 വർഷം മുമ്പ് സ്വർഗത്തിലെ അപ്പൻ വേളാങ്കണ്ണിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴോട് പറഞ്ഞു, നീ പരിത്യാഗം ചെയ്യണം, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പരിത്യാഗ ശുശ്രൂഷയുടെ പ്രാധാന്യം മനസ്സിലാക്കണം. അനേകം കുടുംബങ്ങളിൽ ഈ പാപം വീഴുന്നുണ്ട്. ഓർക്കണം, ഇതാരും അറിയുന്നില്ല. പക്ഷേ മനുഷ്യനെ കളിപ്പിക്കാൻ പറ്റും, നാട്ടുകാരെ കളിപ്പിക്കാൻ പറ്റും, വീട്ടുകാരെ കളിപ്പിക്കാൻ പറ്റും. പക്ഷേ 10,000 സൂര്യനേക്കാൾ തേജസ്സുറ്റ കണ്ണുകളുമായി നിന്നെ ഉറ്റുനോക്കുന്ന ഈശോയുടെ ക്യാമറയ്ക്ക് മുമ്പിൽ, കണ്ണിന് മുമ്പിൽ നിനക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഈ കണ്ണുനീരിന്ന് ഭൂമിയിൽ വീണിട്ടിരിക്കുക. ഈ കണ്ണുനീരിങ്ങി രക്തം നിലവിളിക്കുക. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഒരുപക്ഷെ നിങ്ങളിതൊന്നും ചെയ്തിട്ടില്ല, ഞാനത് കുറ്റബോധത്തിലേക്കോ ഒന്നും കൊണ്ടുപോകല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രത്യേകിച്ച് അബോർഷൻ ചെയ്ത അനേകം പേരുണ്ട്. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ, കോടിക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇന്ന് ലോകം കൊന്നൊടുക്കി. നമുക്കൊരു പ്രായശ്ചിത്തം ചെയ്യണം. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പ്രത്യേകിച്ച് ഇന്ന് സഭയിൽ 5, 8, 9, 10 മക്കളുള്ള അനേകം കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ദത്തെടുക്കണം. അവരെ നിങ്ങൾ സഹായിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങൾ അങ്ങനെ ചെയ്തവട്ടുള്ളവര് ഇനി അത് ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി
നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെയല്ലേ? സഭയെ പീഡിപ്പിച്ചു നടന്നവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഭയുടെ തീയായി മാറി. യേശുവിടെ മക്കളെ, ഈ പാപം ചെയ്ത ഇതിന് കൂട്ടുനിന്ന് അനേകം മക്കളുണ്ട്. അവരോടെല്ലാം ഞാൻ പറയാ, നിങ്ങൾ പരിഹാര പ്രാർത്ഥനകൾ തുടങ്ങണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടത് വേണ്ടത് വെക്കണം. നിങ്ങൾ ആ നിലവിളിക്ക്, സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരം കൊടുക്കണം. പ്രത്യേകിച്ച് ഈ പാപം ചെയ്ത് അനേക ദൈവമക്കൾ നമ്മൾ നിലക്കെട്ട് ശുദ്ധീകരണ സ്ഥലത്ത് കിടപ്പുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങൾ നിലവിളിക്കണം. ഇങ്ങനെയുള്ള അബോർഷൻ ക്ലിനിക്കുകൾ പൂട്ടപ്പെടുവാൻ സ്വർഗത്തിന്റെ ആയുധമായ ജപമാല എഴുത്തും കരുണക്കൊന്ന് ചൊല്ലിയും കുരിശിന്റെ വഴി ചെയ്യും പരിഹാര പ്രാർത്ഥന ചെയ്തും സാത്താന്റെ കേന്ദ്രങ്ങളായ അബോർഷൻ ക്ലിനിക്കുകളെ നമ്മുടെ ആയുധമായ പ്രാർത്ഥന കൊണ്ട്, പരിത്യാഗം കൊണ്ട് സാത്താനെ ബന്ധിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നമ്മുടെ കുടുംബത്തിൽ ഈ പ്രാർത്ഥന ഉയരണം. അജാത ശിശുക്കളുടെ ജപമാലയുടെ പ്രാർത്ഥന, കരുണയുടെ ജപമാലയുടെ പ്രാർത്ഥന, ഇങ്ങടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാൻ, ഇവർക്ക് വേണ്ടി നിലവിളിക്കാൻ. ഞാൻ പറയാം, അവർക്ക് വോട്ട് ബാങ്ക് ഇല്ല, അതുകൊണ്ട് അവർക്ക് ആരും അവരുടെ പുറകെ പോരില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങള്, ഈ കൊലപാതകം ദൈവസന്നിധിയിലേക്ക് ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മ മൗറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ലോക രാജ്യങ്ങളിൽ സമാധാനം പുലരണമെങ്കിൽ അബോർഷൻ സ്റ്റോപ്പ് ചെയ്യണം, അബോർഷൻ ഇല്ലാതാക്കണം. എന്നിട്ട് അമ്മ പറയുക, അതില്ലാതാക്കാൻ ലോക നേതാക്കന്മാർക്കോ രാജ്യങ്ങൾക്കോ അവരുടെ ബുദ്ധിക്കോ പറ്റില്ല. പക്ഷെ നീ ജപമാല എന്ന ആയുധമെടുത്ത് പ്രചരിപ്പിച്ച് സാത്താന്റെ കോട്ടകളെ തകർക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ, 7ാമത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ സ്നേഹബഹുമാനപ്പെട്ട കഞ്ചിക്കോട് റാണി ചേച്ചിയുടെ സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ, ഞാനിത് തുറന്നു പറയാം, ഞാൻ ഒരു കാലഘട്ടത്തിൽ 2013 വരെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല. 2013 വരെ ജപമാല എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ലായിരുന്നു. 2013 കർത്താവ് ഒരു സഹനത്തിന് നാളുകളെ കൊണ്ടുപോയി. അമ്മ മാതാവിൻ്റെ സ്നേഹം, അമ്മ മാതാവിൻ്റെ കരുതൽ, അമ്മ മാതാവിൻ്റെ സ്പർശനം, അമ്മ മാതാവിൻ്റെ കണ്ണുനീര്, അമ്മയുടെ സന്ദേശങ്ങൾ എന്നെ മാറ്റിമറിച്ചു. കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ട് നിർത്തുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ: പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ കാലയളവിൽ സ്വർഗം വെളിപ്പെടുത്തിയ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് സന്ദേശം കൊടുത്ത ബഹുമാനപ്പെട്ട റാണി ചേച്ചിയുടെ സന്ദേശങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കാതോർക്കാം. ആമേൻ. 1997 ജൂലൈ 11 തന്ന ഒരു സന്ദേശമാണ്: മക്കളെ, അനുഭവസ്ഥർക്കേ അനുഭവങ്ങളെ ഗ്രഹിക്കാൻ കഴിയൂ. എൻ്റെ വിമല ഹൃദയത്തെ പുച്ഛിച്ചു തള്ളുന്നവർക്ക് അതിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം എപ്പോഴും അന്ധകാരമായിട്ടേ തോന്നൂ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ കുരിശിനെയും സ്നേഹിക്കണം. കുരിശ് സമസ്നേഹം, സ്നേഹം സമസഹനം എന്ന് ഈശോ പഠിപ്പിക്കുക. ആദ്യം തുടങ്ങിയത് എന്താ? അനുഭവസ്ഥർക്ക് അനുഭവങ്ങളെ തിരിച്ചറിയാൻ കഴിയൂ എന്ന്. പല ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ നന്നായി ജീവിക്കുമ്പോഴൊക്കെ ഒത്തിരി പേര് കല്ലെറിയാനുണ്ടാകും, ഒത്തിരി പേര് ചെളി വാരി എറിയാനുണ്ടാകും, ഒത്തിരി പേര് നമ്മളെ വഴിതെറ്റിക്കാനുണ്ടാകും, നമ്മളെ കപട ഭക്തരെന്ന് വിളിക്കാനുണ്ടാകും. ഇതിലൊന്നും കുലുങ്ങണ്ടെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. അവര് നമ്മളെ പുച്ഛിക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തെയാണ് പുച്ഛിക്കുന്നത്. ആ പുച്ഛം ചെന്ന് എത്തുന്നത് ഹൃദയത്തിലാ, പരിശുദ്ധ അമ്മയുടെ. അവിടെ ഈശോയുടെ ഹൃദയമുണ്ട്. ഈ ഹൃദയങ്ങളുടെ വേദനയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവരുടെ വാക്കുകളിലൂടെ വന്ന വേദനകളിലേക്ക് നോക്കിയിരുന്നാൽ ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കില്ല, പ്രാർത്ഥിക്കില്ല. നമ്മൾ വേറൊരു വ്യക്തികളായിട്ട് മാറും. അതാണ് പിശാചിന് ഇഷ്ടം. ആ പിശാചിനെ സന്തോഷിപ്പിക്കരുത്. വിമല ഹൃദയത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പുച്ഛങ്ങളെ പുഷ്പം പോലെ എടുത്തു കളഞ്ഞിട്ട് ധീരതയോടെ കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനത്തിൻ്റെ ഒരു ഭാഗം. അതാ
അതൊരു ഭാഗം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ നിന്നും പല ശുശ്രൂഷകരുടെ അനുഭവത്തിൽ നിന്നും പറയാൻ സാധിക്കും, അത് വലിയൊരു ഭാഗമാണ് ആ സഹനം. കാരണം കൂടെയുള്ളവർ ഒറ്റിക്കൊടുക്കുമ്പോൾ, കൂടെയുള്ളവർ വിരൽ ചൂണ്ടുമ്പോൾ, കൂടെയുള്ളവർ പരിഹസിക്കുമ്പോൾ, കൂടെ നിൽക്കുന്നു എന്ന് കാണിച്ചിട്ട് അപ്പുറത്തു പോയി തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഹൃദയവ്യഥയുണ്ടല്ലോ, ആ വ്യഥ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, അതൊക്കെ പിന്നീട് വലിയ മാനസാന്തരത്തിനും രക്ഷയ്ക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ആ ഹൃദയം എടുത്ത് കർത്താവിന് കൊടുത്ത് സ്നേഹത്തോടെ നമുക്ക് ജീവിക്കാം. അതാണ് സഹനം. സഹനം സമം സ്നേഹം, സ്നേഹം സമം സമർപ്പണം. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ വിളി എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. പറയാൻ എളുപ്പമുണ്ടെന്ന് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാവരും പറയും. പക്ഷെ ഞാൻ പറയും, പറയാൻ മാത്രമല്ല എളുപ്പം, സ്വീകരിക്കാൻ എളുപ്പമുള്ളത് ഈശോ തരൂ. കാരണം ഈശോ വിശ്വസ്തന. നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയാത്തതൊന്നും നിങ്ങൾക്ക് തരില്ലെന്ന് ഈശോ കൊറിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ, അപ്പസ്തോലനിലൂടെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് നമ്മുടെ കർത്താവ് ഉണ്ട്. ഇതറിയാതെ പോകുമ്പോഴാണ് കുരിശ് സ്വീകരിക്കാനും കുരിശിൽ കിടക്കാനും നമുക്ക് സാധിക്കാതെ വിഷമം വരുന്നത്. ഇവിടെ പ്ലെയിനാണ് ഈ കുരിശിൻ്റെ, ഇവിടെയാണ് ഞാനും നിങ്ങളും തൂങ്ങിക്കിടക്കുന്നത്. ഇപ്പുറത്ത് കർത്താവുണ്ട്. പല ധ്യാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ തൂങ്ങപ്പെടുന്ന സമയത്താണ് ഒരു മടി. ആ മടി വേണ്ട. സഹിക്കാൻ, ആ സഹനത്തെ സ്നേഹിക്കണം. ആ സഹനത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കുകയാണ്. അതാണ് പരിശുദ്ധ അമ്മ ചെയ്തത്. അതിനുവേണ്ടി അമ്മ ഉരുകി ഉരുകി ഒരു മെഴുകുതിരിയെ പോലെ ആയിത്തീർന്നു. സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവരുവാനായിട്ട് കന്യകാ മറിയം അനുഭവിച്ച വ്യഥകൾ എന്തെന്ന് അത് മുഴുവനും എനിക്കിവിടെ പറയാൻ സാധിക്കില്ല. അത് നമുക്ക് അനുഭവത്തിലൂടെ ധ്യാനത്തിലൂടെയൊക്കെ മനസ്സിലാക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ മണൽത്തരികളും മനുഷ്യനാൽ എണ്ണപ്പെടാൻ കഴിയുമോ? കഴിയോ? ഇല്ല. നമുക്കത് എണ്ണി തീർക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാണ് വെറും മണ്ണിനടിമയായ മനുഷ്യൻ ഗർവോടെ നടക്കുന്നത്? എല്ലാം ഞാൻ എൻ്റെ അധീനതയിലാണ് എന്ന് വരുത്തി തീർത്തിട്ട് ലോകത്തെ ഭരിക്കുന്ന ഒത്തിരി പേരില്ലേ, കുടുംബത്തെ ഭരിക്കുന്നവരില്ലേ? ഈശോ ചോദിക്കുക, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തീർക്കാൻ നിനക്ക് പറ്റുമോ? ഭൂമിയിലെ മണൽത്തരികളെ മനുഷ്യനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുമോ? സാധിക്കില്ലെന്നറിയാം ഈശോയ്ക്ക്, മനുഷ്യനും അറിയാം. എന്നിട്ട് ഈശോ ചോദിക്കുക, വെറും മണ്ണായ മനുഷ്യ, പിന്നെ എന്തിനു നീ ഗർവോടെ നടക്കുന്നു? എന്നിട്ട് വീണ്ടും പരിശുദ്ധ അമ്മ പറയാം, എൻ്റെ മകന് സ്നേഹിക്കാനേ അറിയൂ. ആ സ്നേഹം ആസ്വദിക്കാനും സ്വീകരിക്കുവാനും നിങ്ങൾക്കാവുമോ? അതിനാകണം. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശങ്ങൾ വായിക്കുന്നതിനിടയിൽ തന്നിട്ടുള്ള ചില വചനഭാഗങ്ങൾ ഞാൻ പറയാം. അത് കുറിച്ചെടുത്തൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ വായിക്കണം, പ്രാർത്ഥിക്കണം. നിയമാവർത്തനം 30:11-14, എസ്തേർ 10:9, തിത്തോസ് 2:11-15, എഫേസൂസ് 2:10-17, ഫിലിപ്പി 2:15-17, 1 പത്രോസ് 3:8-17. ചിന്തിക്കൂ മക്കളെ, നിങ്ങളെല്ലാം നിലനിൽക്കുന്ന ക്രിസ്തു ശിഷ്യരാണോ? അതോ പത്രോസിനേക്കാൾ കൂടുതലായി നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുമോ? അമ്മ ചോദിക്കുക. വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ നിങ്ങൾ ആകരുതേ. ഏതൊരവസ്ഥയിലും ഭയപ്പെടേണ്ടെന്ന് ഓതുന്ന ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? ഇതാ ഞാൻ ആദിയിലെ ഭയപ്പെടേണ്ടെന്നോദിയ യേശു നിങ്ങളോട് പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഇന്നും പറയുന്നു, ഭയപ്പെടേണ്ട. ലോകത്തിൻ്റെ ഗതിവിഗതികളെ കണ്ട് ഭയപ്പെടേണ്ട. മഹാമാരിയെ കണ്ട് ഭയപ്പെടേണ്ട. പേമാരി കണ്ട് ഭയപ്പെടേണ്ട. കൊലപാതകങ്ങൾ കണ്ട് ഭയപ്പെടേണ്ട. അതൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നീ പ്രാർത്ഥിക്കുക കുഞ്ഞേ. തള്ളിപ്പറയരുത് കർത്താവിനെ. ഏതൊരവസ്ഥയിലും നിലനിൽക്കുന്ന ക്രിസ്തു ശിഷ്യരാകുക. ആരാണ് ഒരു ക്രിസ്ത്യാനി? മുറിച്ച് മാറ്റുന്നതിലല്ല, മുറിയപ്പെട്ട് ചേർക്കുന്നതിലാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്ന്, ധാർമ്മികത എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തു ജീവിത അനുഭവം നമ്മളോട് ചോദിക്കുക. നീ ക്രിസ്ത്യാനിയാണോ? നീ ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടോ? മാറ്റി നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നെങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല. മുറിച്ചു മാറ്റരുത്, മുറിയപ്പെട്ട് ചേർക്കണം.
മുറിയപ്പെടലാണ് സഹനം. നിനക്ക് വേണ്ടി മുറിയപ്പെട്ട നിന്റെ കർത്താവ് പറയുന്നു, മുറിയപ്പെടലാണ് സഹനമെന്ന്. ആ മുറിയപ്പെട്ട കർത്താവിൻ്റെ മുറിവുകളോട് നിന്റെ മുറിവുകൾ ചേർത്ത് വെച്ച് അതൊരു തിരുമുറിവായിട്ട് നീ സമർപ്പിക്കുമ്പോൾ, നിന്റെ മുറിവുകളെ തിരുമുറിവുകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ നിന്നോട് പറയാ, നീ ക്രിസ്ത്യാനിയാണ്. കാരണം ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി മുറിപ്പാടാണ്. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ട് ശിഷ്യഗണത്തെ കണ്ട് അവർ ഈ യേശുവിനെ എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ആണിപ്പാടുകൾ കണ്ടു. അവർക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവിൻ്റെ ശരീരത്തിലെ പാടുകൾ കണ്ടു. നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ മാർത്തോമാ ശ്ലീഹ ആ വിലാവിലെ മുറിവിലൊന്ന് തൊടാൻ ആഗ്രഹിച്ചു. തൊടുന്നതിന് മുൻപേ പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ഈ പ്രഖ്യാപനം നിനക്ക് നടത്തണമെങ്കിൽ നീ മുറിയപ്പെടണം. കർത്താവിൻ്റെ മുറിപ്പാടുകൾ കണ്ട് ശിഷ്യർ അവിടുത്തെ തിരിച്ചറിഞ്ഞ് ആരാധിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ നീ തമ്പുരാനെ പ്രതി ലോകത്തെ ദ്വേഷിച്ച് സ്വീകരിക്കുന്ന മുറിപ്പാടുകൾ കണ്ടിട്ട് ലോകത്തിന് ദൈവത്തെ കാണാൻ സാധിച്ചാൽ, പ്രിയ മകനെ, നീ ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനികളുടെ സമൂഹമാണ് ലോകത്ത് വളർന്നു വരേണ്ടത്. ഏത് ജിഹാദികളുടെ മുൻപിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാനുള്ള തൻ്റെ ഇടം കുടുംബങ്ങളിൽ മക്കൾക്ക് മാതാപിതാക്കൾ പകർന്നു കൊടുക്കേണ്ടത് ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയിലാണ്. സുഖലോലുപതയിലോ മൊബൈലിലോ മാധ്യമ രഹസ്യങ്ങളുടെ കലവറയിലേക്ക് മക്കളെ തള്ളിവിട്ടിട്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിട്ടല്ല, ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്ത് മുറിയപ്പെട്ട് വളരാൻ പഠിപ്പിച്ചിട്ട് ക്രിസ്ത്യാനി എന്ന് ജീവിക്കാൻ മക്കളെ അനുവർത്തിക്കേണ്ട ജീവിതത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച്, ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ച് പ്രിയ അപ്പ അമ്മേ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിടത്തും നിന്റെ പെൺമകൾ, നിന്റെ ആൺമകൻ ജിഹാദിയായിട്ട് പോയിട്ടുണ്ടാകില്ല. എനിക്ക് പറയാൻ യാതൊരു മടിയുമില്ല. എൻ്റെ കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ പറയും, ക്രിസ്ത്യാനി മുറിച്ചു മാറ്റരുത് ഒന്നിനെയും, ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒന്നിനെയും. ക്രിസ്തീയതയുടെ ധാർമ്മികത മുറിയപ്പെട്ട് ചേർക്കുന്നതിലാണ്. ആ ചേരൽ കർത്താവിൻ്റെ രക്തമാകുന്ന പശ കൊണ്ട് ഒട്ടിച്ചിട്ട് വേണം. ആ ചേർക്കലാണ് ദിവ്യകാരുണ്യത്തിൽ സംഭവിക്കുന്നത്. പ്രഭാതത്തിൽ നീ ദിവ്യബലി അർപ്പണത്തിന് പോ. നീയും നിന്റെ കർത്താവുമായിട്ടുള്ള ഒട്ടിച്ചേരലില്ലേ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ? അങ്ങനെ ചേർന്നാലേ നിനക്ക് നിന്നെ, നിന്റെ ജീവിത പങ്കാളിയെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ സമൂഹത്തെ, സഭയെ, ലോകത്തെ കർത്താവിനോട് ചേർത്തെടുക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ക്രിസ്ത്യാനി. പേരിനല്ല, പേര് നോക്കി ആരും നീ ക്രിസ്ത്യാനിയാണെന്ന് പറയരുത്. നീ മുറിയപ്പെട്ടോ, സഹിച്ചോ, ഇതൊക്കെ പറയുമ്പോൾ റാണിക്കേണ്ട ഇതൊക്കെ പറയാനുള്ള അധികാരം എന്നല്ലേ? യേശു ക്രിസ്തുവിൽ ഇത് അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള, എളിമയോടെ ഉണർത്തിക്കാനുള്ള സമയമാണിതെന്ന് ഞാൻ ഓർക്കുന്നു. ഈ ഒരു അവസരം ക്രിസ്ത്യാനി, നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ആരെയെങ്കിലും മുറിച്ചു മാറ്റിയിട്ട്, ദൈവത്തെ മുറിച്ചു മാറ്റിയിട്ട്, മാതാപിതാക്കളെ മുറിച്ചു മാറ്റിയിട്ട്, ജീവിത പങ്കാളിയെ മുറിച്ചു മാറ്റിയിട്ട്, സഹോദരങ്ങളെ മുറിച്ചു മാറ്റിയിട്ട്, കുഞ്ഞുങ്ങളെ മുറിച്ചു മാറ്റിയിട്ട്, പല മതങ്ങളുടെ പേരിലും മറ്റുള്ളവരെ മുറിച്ചു മാറ്റിയിട്ട്, രാഷ്ട്രീയതയുടെ പേരിൽ മറ്റുള്ളവരെ മുറിച്ചു മാറ്റിയിട്ട് നീ ജീവിക്കുന്നെങ്കിൽ നീ ജീവിക്കുന്ന ശവമാണ്. ജീവിക്കുന്ന ശവം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നോ, പാപബോധമില്ലാതെ ജീവിക്കുന്ന മനസാക്ഷിയാണ് ഈ ലോകത്തിൽ ഏറ്റവും നികൃഷ്ട വസ്തു എന്ന പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുതേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഇത് പറയാൻ ദൈവം തന്ന അവസരത്തിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ, ഞാൻ പുണ്യവതിയായതുകൊണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവളായതുകൊണ്ടോ മാത്രം ഒന്നും എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ ABCD തുടങ്ങുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ LKG-യിലാണ്. ഞാൻ ഇതിലൊന്നും വലിയവളല്ല. എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്. അത് ലോകത്തിൻ്റെ മുൻപേ, ഈശോയുടെ മുൻപേ, പരിശുദ്ധ അമ്മയുടെ മുൻപേ തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്കും ജീവിക്കണം ഇതുപോലെ. നമ്മുടെ ഈശോയ്ക്ക് വേണ്ടി, സ്വർഗത്തിലെ തമ്പുരാൻ്റെ സന്തോഷത്തിന് വേണ്ടി അമ്മ മാതാവിനോട് ചേർന്ന്, മാറിയൗസേ പിതാവിനോട് ചേർന്ന് നമുക്കൊരുമിച്ച് ഈ സന്തോഷത്തിൽ, ഈ സഹനത്തിൽ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് മുന്നേറാം. പ്രൈസ് ദ ലോർഡ്. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവ
പാലിപ്പിൻ. യേശുവേ, പ്രിയപ്പെട്ട ദൈവമക്കളെ, മുട്ടിന്മേൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമുക്കൊരുങ്ങാം. ദാ ജീവിക്കുന്ന അപ്പൻ ദൈവ കരുണയൊഴുക്കുന്ന രാത്രിയായി ഇത് മാറട്ടെ. കർത്താവിൻ്റെ കരുണയൊഴുകുന്ന രാത്രിയായി മാറട്ടെ. കരങ്ങൾ കുപ്പി ശിരസ് നമിച്ച് സ്വർഗത്തിലെ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. യേശുവിൻ നാമത്തിൽ ആരാധന, ആരാധന കർത്താവേ. രാജാതിരാജാവിൻ ആരാധന. ചേർന്ന് പാടാമോ? എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ. യോഗ്യനായ യേശുവേ, ഞാൻ അങ്ങേക്കാരാധന. കരുണയുടെ വാതിലേ, യേശുവിൻ നാമത്തിൽ ആരാധന. ചേർന്ന് പാടാം. രാജാതിരാജാവിൻ ആരാധന. യേശുവേ, എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നീയേ. യോഗ്യനായ യേശുവേ, ഞാൻ അങ്ങേക്കാരാധന. കരങ്ങൾ വീശി പാടാമോ? സകല വിശുദ്ധരോട് ചേർന്ന്, പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന്, കറയില്ലാത്ത കുഞ്ഞി പൈതങ്ങളോട് ചേർന്ന് ചേർന്ന് പാടാം. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? യേശുവേ, ഓ കർത്താവേ, ഈശോയെ എന്ന് വിളിക്കാൻ പറ്റുമോ? കരുണയുടെ വാതിലിനെ വിളിക്കട്ടെ. കർത്താവേ, ദേശത്തിന്റെ മേൽ കരുണ ഒഴുകട്ടെ. ഈശോയെ, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരം ഉയർത്തി എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കാൻ പറ്റുന്നവർ ഈശോയെ എന്ന് വിളിക്കുക. അപ്പാ എന്ന് വിളിക്കാൻ തോന്നുന്നവർ അപ്പാ എന്ന് വിളിക്കുക. ദൈവമേ എന്ന് വിളിക്കാൻ തോന്നുന്നവർ ദൈവമേ എന്ന് വിളിക്കുക. രാജാതി രാജാന്ന് വിളിക്കാൻ തോന്നുന്നവർ അങ്ങനെ വിളിക്കുക. ഓ കർത്താവിന്റെ കരുണ ഈ ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്ന നിമിഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈശോ, ഈശോ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഈശോയേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് ഈ സമയത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ത്യാഗമെടുക്കണം. ആമേൻ. കരങ്ങളൊന്ന് വിരിച്ചു പിടിക്കാൻ തോന്നുന്നവർ അങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നുന്നു അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം റോമാലേഖനം 2-ാം വാക്യം നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഏത് മാരക പാപിക്കും, എത്ര വലിയ കൊലപാതകം ചെയ്ത വ്യക്തിക്കാണെങ്കിലും അവൻ യേശുവേ എന്ന് വിളിച്ചാൽ കർത്താവിന്റെ കരുണ ഒഴുകി വരും. വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കരുണയുടെ ദൈവമാ. മരിയ ഫൗസ്റ്റീന പറയുക, ഈശോ പറയുക, മാരക പാപികളെ എന്റെ കരുണയിലേക്ക് കൊണ്ടുവരണം. എന്റെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന കരുണയുടെ രക്തത്താലും കരുണയുടെ ജലത്താലും ഞാൻ അവരെ കഴുകി വിശുദ്ധീകരിക്കും. ഈശോയുടെ മക്കളെ, ഇത് കരുണയുടെ ദിവസമാണ്. ഇത് ഭയത്തിന്റെ ദിവസമല്ല. ഒരുപക്ഷെ ഞാനും നിങ്ങളും വീട്ടിലുള്ളവരും അറിഞ്ഞും അറിയാതെ ഒരു കാലഘട്ടത്തിൽ, അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ പാപം ചെയ്തു പോയിട്ടുണ്ടാകാം. അതെല്ലാം കർത്താവ് കരുണയെ ക്ഷമിക്കാൻ അവൻ കരുണയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ്
മാരക ഭാവികളെ രക്ഷിക്കാൻ വന്ന ദൈവം ആ സഭയുടെ ചരിത്രമെടുത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 18 വർഷം മാരകഭാവത്തിൽ ജീവിച്ച മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ഇന്ന് സഭയുടെ അൾത്താര വണക്കത്തിന് വിളിക്കപ്പെട്ട അഗസ്റ്റിനോസ് സഭയ്ക്ക് നൽകിയത് ഒരമ്മയുടെ കരുണയുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാം, ഈജിപ്തിലെ മറിയം ശരീരം വിറ്റു നടന്നവൾ ഇന്ന് സഭയിലെ വിശുദ്ധയാ. കുടിച്ചു കുടിച്ച് കരള് തീർന്ന് വഴി കിടന്ന മനുഷ്യൻ അനേകം പേരുടെ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന് ഫലമായി മാനസാന്തരപ്പെട്ട് ഇന്ന് കത്തോലിക്ക സഭയിലെ മദ്യപാനികളുടെ മധ്യസ്ഥന വിശുദ്ധ മാക്ടാൽബോത്ത് 44 വയസ്സ് വരെ ജീവിച്ച് 22ാമത്തെ വയസ്സിൽ മാടമ്പിയാകാൻ ലോകത്തിന്റെ ജഡപ്രകാരം ജീവിച്ച മനുഷ്യന് അസീസിലെ ഫ്രാൻസിസ്, 2ാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിലെ ഫ്രാൻസിസിനെ മാറ്റിമറിച്ചത് ദൈവത്തിന്റെ മഹാകരുണയാ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ലോകത്തിൽ ജഡത്തിൽ ജീവിച്ച ഫ്രാൻസിസ് സേവ്യറിനെ മാറ്റിമറിച്ച ദൈവത്തിന്റെ കരുണയാ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലോക രാജ്യങ്ങളിൽ 5 ഭൂഖണ്ഡങ്ങളിൽ ഭവനത്തിൽ ഇരുന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ടെലിവിഷനിലൂടെ, മൊബൈലിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഈ ശുശ്രൂഷയിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളെ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ ഈ അബോർഷൻ എന്ന കൊലപാതകം നടന്നിട്ടുണ്ടാകാം. നമ്മുടെ മക്കൾ ചെയ്തിട്ടുണ്ടാകാം, മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടാകാം, സഹോദരങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ഭയപ്പെടരുത്. ഇവിടെയാണ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് ഭയത്തിലേക്ക് കൊണ്ടുപോകും. ഭയപ്പെടാനുള്ളതല്ല. നീ എത്ര പാപം ചെയ്തവനാണെങ്കിലും അപ്പാ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കണ ഒരപ്പനാ നമുക്കുള്ളത്. അതാണ് ഈശോ. അതാണ് ഈശോ. അതാണ് വിശുദ്ധര് പറയണത്. വിശുദ്ധര് പിന്നെ കരഞ്ഞത് മുഴുവൻ ഈശോയുടെ സ്നേഹത്തെ ഓർത്താ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രി അത്ഭുത കരുണ ഒഴുകട്ടെ. ഈശോ മിശിഹ മൂന്നാണിമേൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം തിരുലിഖിതത്തിൽ ഈശോ ശിരസ് ചായിച്ച് ജീവൻ പടിഞ്ഞ സമയത്ത് പടയാളികൾ ഒരുവനായ ലുങ്കിനോസ് ഈശോയുടെ ചങ്കിലേക്ക് കുത്തുമ്പോൾ ഒഴുകിയിറങ്ങിയ തിരിച്ചോരയാലും തിരിച്ചലത്താലും ഈശോയെ അബോർഷം ചെയ്ത ദൈവമക്കളുടെ ഉദരത്തിലേക്ക് ദൈവ കരുണയുടെ കൃപ ഈ രാത്രി ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഓ കുടുംബങ്ങളുടെ മേൽ, വീണ മണ്ണിന്റെ മേൽ, ശാപത്തിന്റെ മേൽ പൈശാചിക പീഡകള് അഴിയട്ടെ. കുറ്റബോധത്തിന്റെ കെട്ടുകള്, കുറ്റബോധത്തിന്റെ കെട്ടുകള് അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, രാജ്യത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ഇത് ചെയ്തു കൂട്ടിയ വ്യക്തികളുടെ മേൽ ദൈവ കരുണ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാടി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവേ, അപ്പന്റെ ചങ്കിലെ കരുണയുടെ രക്തം ഒഴുകുന്ന കണ്ടില്ലേ മക്കളെ? അതാ ഗർഭപാത്രത്തിൽ ഒഴുകുക, ആ കുഞ്ഞുങ്ങളെ സ്പർശിക്കുക, വിടുതൽ കിട്ടുക. ഭയപ്പെടരുത് കേട്ടോ, ഭയപ്പെടരുത് കേട്ടോ. എന്റെ അപ്പൻ സ്നേഹമാ. അവന്റെ തിരിച്ചോര ഈ രാത്രിയിൽ ഒഴുകട്ടെ. അബോർഷൻ ചെയ്തത് മൂലം കുറ്റബോധത്തിൽ കഴിയുന്ന, ഭയത്തിൽ കഴിയുന്ന അനേക ദൈവമക്കളെ ഈ രാത്രി സ്വർഗത്തിലെ ഈശോ വിടുവിക്കുന്നു. ഞങ്ങളെ കഴുകണമേ, കഴുകണമേ. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും പാടട്ടെ. യേശുവേ, കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, അവിടുത്തേതാക്കി മാറ്റണമേ. ദൈവമക്കളെ, ആ കരങ്ങൾ രണ്ടും ഒന്ന് മാറോട് ചേർത്ത് പിടിച്ചേ. എന്നിട്ട് ദിവ്യകാരുണ്യ ഈശോയൊന്ന് ഉറ്റു നോക്കിക്കേ. ഈശോയുടെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന രക്തമില്ലേ?
അത് നിങ്ങളെ കഴുകാൻ, ആമേൻ. നിങ്ങളെ ശുദ്ധീകരിക്കാൻ ആമേൻ. ഈ രാത്രി സ്വർഗമൊരുക്കിയതായി ശുശ്രൂഷ. ഹല്ലേലൂയ. അനേകം മക്കൾ ഒരു കാലഘട്ടത്തിൽ അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റ് ചെയ്തു. എന്നാൽ ഇന്ന് അനേകം മക്കളെ പിശാച് കെട്ടിയിട്ടിരിക്കുന്ന കുറ്റബോധം, ദൈവമക്കളെ കുറ്റബോധം പിശാചിൻ്റെതാ. എന്ന പാപബോധവും അനുതാപവും ദൈവമക്കൾക്കുള്ളതാ. ആമേൻ. ആമേൻ. കുറ്റബോധം പിശാചിൻ്റെതാ. ആരാധന. ദൈവമക്കൾ ശ്രദ്ധിക്കണം, കുറ്റബോധം നൽകുന്ന പിശാചാ. എന്നാൽ അനുതാപവും പശ്ചാത്താപവും കരുണയും തരുന്നത് ഈശോയുടെ മക്കൾക്കാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അനേകം മക്കളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അറിവില്ലായ്മ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടി തെറ്റോർത്ത് നീറി നീറി വേകുന്ന മക്കളെ കർത്താവ് കാണിക്കുന്നു. അവരെ ഈശോ കെട്ടിപ്പിടിക്കും. അമ്മയെ കരയണ്ട. ഒരുപക്ഷെ അമ്മ അറിയാതെ ചെയ്തിട്ടുണ്ട്. എന്റെ അപ്പൻ അതിനേക്കാൾ കരുണയുള്ളവനാണ്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടി. ഒരു സ്റ്റെപ്പ് നീ വെച്ചാ മതി, നീ ഒരു സ്റ്റെപ്പ് വെച്ചാ മതി. അപ്പാന്ന് വിളിച്ചാൽ അപ്പൻ ഓടി വരും. അപ്പാന്ന് വിളിച്ചാൽ ഓടി വരും. 15 പേരെ കൊലപ്പെടുത്തിയ അമോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സഭയിലെ വിശുദ്ധനാ. അനേകം കൊലപാതകം ചെയ്ത വ്യക്തികൾ ഇന്ന് കത്തോലിക്ക സഭയിലെ വിശുദ്ധരായി മാറി. കത്തോലിക്ക തിരുസഭ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, പാപികൾ മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടായ്മയാ സഭ. ആ കൂട്ടായ്മയെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ വിശുദ്ധരൊക്കെ നോക്കിക്കേ ദൈവമക്കളെ. അതുകൊണ്ട് ഒരു ഈ നിമിഷം ഒന്ന് കരങ്ങൾ കർത്താവിന്റെ നേരെ നീട്ടിപ്പിടിക്കാം. എന്നിട്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഇത് കാണണം. ഈശോയുടെ ചങ്കിൽ തൊടുകുന്ന രക്തം നമ്മുടെ ശിരസ് മുതൽ പാദങ്ങൾ വരെ ഈ രാത്രി കഴുകാൻ പോവാ. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഈ തെറ്റ് ചെയ്തിട്ട് അനുദപിക്കാതിരിക്കുന്ന മകളുണ്ടാകാം, മകനുണ്ടാകാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്തിട്ടില്ല, അബോർഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. ദേശത്തിന് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. അബോർഷൻ ചെയ്തു കൂട്ടുന്ന മക്കൾക്ക് വേണ്ടി, അതിന് പ്രചരിപ്പിക്കുന്നവർക്ക് വേണ്ടി, അതിന് സംഘാടകർക്ക് വേണ്ടി, അതിന് വലിപ്പം കൂട്ടുന്നവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഘടനകൾക്ക് വേണ്ടി, ആരോഗ്യ സംഘടനകൾക്ക് വേണ്ടി ദൈവമേ എന്ന് സ്തുതിക്കപ്പെടിച്ച് പ്രാർത്ഥിക്ക്. ഈശോയെ, മഹാകരുണ ഒഴുകട്ടെ, ദൈവ കരുണയുടെ പ്രവാഹം ഒഴുകട്ടെ. കരുണക്കടലിൽ മുക്കണമേ, ദൈവ കരുണയിൽ മുക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീല കാപ്പിക്കുള്ളില് ഈ മക്കളെ പൊതിഞ്ഞു പിടിക്കണമേ. സ്വരമയട്ടെ. ഈ സമയത്ത് പൈശാചിക കോട്ടകൾ തകരാൻ പോവുക, അമോഷത്തിന്റെ കെട്ടുകൾ അണിയാൻ പോവുക, നാരിക സർപ്പത്തിന്റെ തകരാൻ പോവുക. ഓ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തശക്തിയാൽ, പരിശുദ്ധ സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയാൽ, വിശുദ്ധരുടെ കൂട്ടായ്മയാൽ സാത്താന്റെ കോട്ടകൾ ഈ രാത്രി പൊട്ടി തകരട്ടെ. യേശുവേ, പൈശാചിക കോട്ടകൾ തകരട്ടെ, പൈശാചിക ബാധകൾ അഴിയട്ടെ, കൊലപാതക സ്പിരിറ്റുകൾ അഴിയട്ടെ, അബോർഷന്റെ സ്പിരിറ്റുകൾ അഴിയട്ടെ, ദേശത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക കോട്ടകൾ തകരട്ടെ. അബോർഷൻ ക്ലിനിക്കിന്റെ മേലുള്ള ദൈവശക്തി വെളിപ്പെട്ട് സാത്താന്റെ കോട്ടകൾ പൂട്ടപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 3:7-8 നീ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, നീ അടച്ചാൽ ആരും തുറക്കത്തില്ല. പരിശുദ്ധ സഭയോട് ചേർന്ന്, സഭയുടെ വിശുദ്ധരോട് ചേർന്ന്, വിജയ സഭയോട് ചേർന്ന്, സമര സഭയോട് ചേർന്ന്, സകല സഭയോട് ചേർന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന്, ആലഞ്ചേരി പിതാവിന്റെ കൂട്ടായ്മയോട് ചേർന്ന്, ബഹുമാനപ്പെട്ട പ്രത്യേകിച്ച് കർത്താവ് രൂപതയുടെ അഭിമന്യ പിതാവിനോട് ചേർന്ന്, ആൻഡ്രൂ സ്ഥാനത്ത് പിതാവിനോട് ചേർന്ന്, സകല വൈദികരോട് ചേർന്ന്, അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന്, വിശുദ്ധ കൂട്ടായ്മയോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, വിശുദ്ധ ജിയനോട് ചേർന്ന്, ജോൺ പോൾ മാർപ്പാപ്പയോട് ചേർന്ന്, സഭയുടെ കൂട്ടായ്മയുടെ ശക്തിയാൽ പൈശാചിക കോട്ടകൾ തകരട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കണം. യേശുവേ, സ്വരമുയരട്ടെ, 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 സ്വരമുയരട്ടെ. കരങ്ങൾ അടിച്ചു പാടാം.
പോരാ. കെട്ടുകൾ പൊട്ടട്ടെ അഭിഷേകം ഇറങ്ങട്ടെ. യേശുനാമത്തിൽ ഓ. യേശു രക്തത്താൽ രക്തം. യേശുനാമത്തിൽ ഓ. യേശു രക്തത്താൽ പാടാം. അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ അടിമച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ പാപച്ചങ്ങല പൊട്ടട്ടെ യേശുനാമത്തിൽ യേശുനാമത്തിൽ കരങ്ങൾ ഉയർത്തിയടിച്ച് പാടാം. യേശു രക്തത്താൽ ഓ, യേശുനാമത്തിൽ എന്നെ വിടുവിച്ച യേശു. യേശു രക്തത്താൽ എന്നെ ഈ പാപത്തിൽ നിന്ന് വിടുവിച്ച യേശു. പാപ കുറ്റബോധത്തിൽ നിന്ന് വിടുവിച്ച യേശു. വഴിയട്ടെ ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ യേശുവേ. വഴിയട്ടെ ആമേൻ. കെട്ടുകൾ പൊട്ടട്ടെ പൊട്ടട്ടെ. യേശുനാമത്തിൽ ആമേൻ. യേശു രക്തത്താൽ ആമേൻ. യേശുനാമത്തിൽ യേശു രക്തത്താൽ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഈ സമയത്ത് എല്ലാ മക്കളും സ്തുതിക്കണം. നിലവിളിക്കാൻ പറ്റുന്നവർ നിലവിളിക്കണം. കരയാൻ പറ്റുന്നവർ കരയണം. പാപബോധമില്ലാത്ത മനുഷ്യരുടെ മേൽ, അബോർഷൻ ചെയ്തു കൂട്ടുന്ന ക്ലിനിക്കുകളുടെ മേൽ, ഡോക്ടറുടെ മേൽ, നഴ്സുമാരുടെ മേൽ, സ്ഥാപനങ്ങളുടെ മേൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ തീരുമാനമെടുത്ത മാതാപിതാക്കളുടെ മേൽ കർത്താവിന്റെ കരുണ ഇറങ്ങട്ടെ. കർത്താവേ, ഇവിടെ എഴുന്നള്ളിച്ചു വെച്ച പരിശുദ്ധ കുർബാനയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ഓ, യേശുവിന്റെ ശക്തി ലൂക്ക 6:19 യേശുവിന്റെ ശക്തി പുറപ്പെട്ടു കഴിഞ്ഞു. കർത്താവേ, ഈ ശുശ്രൂഷ ലൈവ് ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല വ്യക്തികളുടെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. സ്വരമുയർത്തി സ്വരമുയർത്തി യേശുവേ വിളിക്കണം. ഒറ്റ വിളി വിളിക്ക് ഈശോയെ. ഈശോയെ പോരാ. ചങ്കുകൊട്ടി വിളിച്ച ഈശോയെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ഷെക്കന മിനിസ്ട്രിയോട് ചേർന്ന് കർത്താവേ, ഈ ജനത്തിന് വേണ്ടി വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ തൊടണേ, കരങ്ങളടിച്ച് ഈശോ എന്നെ തൊടണേ, പാടാം. എന്റെ ഈശോ ആമേൻ. എന്നെ തൊടണേ. കുറ്റബോധത്തിൽ കഴിയുന്ന മക്കളെ ഈശോ വിടുവിക്കുന്നു. പാപബോധത്തിൽ കഴിയുന്ന, ഭയത്തിൽ കഴിയുന്ന, അബോർഷൻ ചെയ്തു മുതൽ പിശാച് ഒട്ടിയിട്ടിരിക്കുന്ന മക്കളെ പരിശുദ്ധാത്മ വിടുവിക്കുന്നു. എന്നെ തൊടണേ, യേശുവേ. ഈശോ എന്നെ തൊടണേ, യേശുവേ. ഈശോ എന്നെ തൊടണേ, യേശുവേ. ഈശോ എന്നെ തൊടണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ കരങ്ങളിൽ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. കരങ്ങൾ രണ്ടും തുറന്നു പിടിച്ച് എന്നിട്ട് ദിവ്യകാരുണ്യ സന്നിധി നിൽക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, കർത്താവിന്റെ കരുണ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ മാരകഭാവിയാണ്. ഫൗസ്റ്റീനോട് ഈശോ പറയുക, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ മാരകഭാവിയോടാണ് ഞാൻ ഏറ്റവും കരുണ കാണിക്കുന്നത്. ഒരുപക്ഷെ ദൈവമക്കളെ, അറിഞ്ഞും അറിയാതെയും ഈ തെറ്റിലേക്ക് വീണവർ, കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയവർ, വിഷമിക്കരുത്, നിങ്ങൾ സങ്കടപ്പെടണ്ട. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് നിങ്ങളൊരു തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് അബോർഷൻ ചെയ്ത ഏതെങ്കിലും വ്യക്തികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കും, നിങ്ങൾ ഭയപ്പെടരുത്. കാരണം സ്റ്റെഫാനോസിനെ കൊന്ന സാബൂളല്ലേ നമ്മുടെ സഭയിലെ പൗലോസ്. എത്ര വിശുദ്ധര്! സഭയുടെ ചരിത്രം എടുത്തു നോക്കി. വേശ്യാവൃത്തി നടത്തിയവർ വിശുദ്ധരായി, കൊലപാതകം നടത്തിയവർ വിശുദ്ധരായി, ലോകത്ത് ജീവിച്ചവർ വിശുദ്ധരായി. ഇനിയുള്ള ശുശ്രൂഷ പരിഹാര പ്രാചിതമാണ്. നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ തീരുമാനമെടുക്കണം. നമുക്ക് ചെയ്യേണ്ട 1-2 വഴി നമ്മളിന്ന് കേട്ടു. അജാത ശിശുക്കളുടെ ജപമാല ഇങ്ങനെ ചെയ്ത് വീട്ടുകാരുടെ കുടുംബങ്ങളിൽ ഇനി ഇങ്ങനൊരു കൊലപാതകം ലോകത്തുണ്ടാകാതിരിക്കാൻ നിങ്ങൾ കൈവിരിച്ചു പിടിക്കണം, പരിത്യാഗം എടുക്കണം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഈശോയുടെ മകൻ പറയുക, അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുള്ള കുടുംബത്തിലുള്ളവർ, 5ഉം 6ഉം 8ഉം മക്കളുള്ള ധാരാളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് പ്രോ ലൈഫ് മൂവ്മെന്റുകളെ സഹായിക്കണം, ദൈവ ശുശ്രൂഷയെ സഹായിക്കണം. അങ്ങനെ ഇതൊരു പ്രാച്യമായി മാറട്ടെ. ഭയപ്പെടരുത്. ദൈവ ശുശ്രൂഷകളെ സഹായിച്ചും ദൈവവേല ചെയ്തും പരിഹാരം ചെയ്തും പ്രാച്യത്വം ചെയ്തും നമുക്ക് ദൈവസ്ഥൻ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, അബോർഷൻ ചെയ്തപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാം ദൈവസന്നിധിയിലുണ്ട്. അവരെല്ലാം വിശുദ്ധരാണ്. അവരെ ഓർത്ത് നിങ്ങൾ കരയണ്ട. പകരം
ഇനി അങ്ങനെ ഒരു തിന്മ ചെയ്യാതിരിക്കാൻ ദൈവത്തിന്റെ കരുണ ഈ ഭൂമിയിൽ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, 1-2 കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ ആശീർവാദത്തിലേക്ക് കടക്കും. നമുക്കറിയാം, ഈ ശുശ്രൂഷ സ്വർഗത്തിലെ കർത്താവ് തെരഞ്ഞെടുത്ത ശുശ്രൂഷയാണ്. 40 ദിവസക്കാലം 40 വിഷയത്തിന്റെ മേൽ പ്രത്യേകമായി നമ്മൾ പരിഹാരം ചെയ്യാം. അത് സ്വർഗത്തിന്റെ ദർശനമാണ്. ആ സ്വർഗത്തിലെ ദർശനം ഏറ്റെടുത്തതാണ് ഷെക്കന ടെലിവിഷനും ഈ മിനിസ്ട്രിയും. ഇന്ന് ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിൽ ആയിരക്കണക്കിന് ആൾക്കാർ പരിഹാരം ചെയ്തും പ്രാർത്ഥിച്ചും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ, ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ധാരാളം വൈദികരും സമർപ്പിതരും ഉപവാസം എടുത്തും പ്രായശ്ചിത്തം ചെയ്ത് ഈ ശുശ്രൂഷയെ ബലപ്പെടുത്താൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ ദൈവമക്കളും ഈ ശുശ്രൂഷയെ കൂടുതൽ പരിചയപ്പെടുത്തണം. ഇത് നമ്മൾ പ്രചരിപ്പിക്കണം. ലോകം മുഴുവൻ ഇനി ദൈവ കരുണ ഇറങ്ങണം. ദൈവത്തിൻ്റെ മഹാകരുണ ഇറങ്ങാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ കണ്ണുനീരും പ്രായശ്ചിത്തവും ത്യാഗവും സഹനങ്ങളും വേദനകളെല്ലാം ദൈവസന്നിധിയിൽ ഉയർക്കണം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുക, ഒരു കാര്യം പറയുക. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന രോഗികളായി കിടക്കുന്ന മക്കൾ, മന്ദബുദ്ധി കുഞ്ഞുങ്ങളുള്ള മക്കൾ, ഓട്ടിസം ബാധിച്ച അമ്മമാരും അപ്പന്മാരും മക്കളുള്ളവർ, അവരെല്ലാം ഈ കുഞ്ഞിനെ കരങ്ങളിലെടുക്കണം. കരങ്ങളിലെടുത്തിട്ട് ഈ കുഞ്ഞിനെ ഈശോ കൊടുത്ത സമ്മാനമാണ്. ഈശോയെ ഈ ശുശ്രൂഷയ്ക്കായി, പാപികളുടെ മാനസാന്തരത്തിനായി, ശുദ്ധീകരണാത്മാക്കൾക്കായി, സഭയുടെ നവീകരണത്തിനായി ഷെക്കന മിനിസ്ട്രിയോട് ചേർന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ലോക നവീകരണത്തിന് വേണ്ടി ഞാനിത് കാഴ്ചവെക്കുന്ന പറയുമ്പോൾ അത് സ്വർഗം ഏറ്റെടുക്കും. അതുകൊണ്ട് ഈശോയുടെ മക്കളെ, ഈ ദിവസങ്ങളിലെല്ലാം വലിയ പ്രിയപ്പെട്ട പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും ഒക്കെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരും. നാളത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കത്തോലിക്ക സഭയ്ക്ക് കരിസ്മാറ്റിക് നവീകരണത്തിന് സ്വർഗം നൽകിയൊരു സമ്മാനമാണ് സ്നേഹബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ. നാളത്തെ ശുശ്രൂഷയിൽ ഈ ശുശ്രൂഷ നയിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചൻ. ഞങ്ങളൊക്കെ ഒത്തിരി ബഹുമാനിക്കുന്ന കത്തോലിക്ക സഭയുടെ കരിസ്മാറ്റിക്കിന്റെ നവീകരണം ഞാൻ കണ്ടത് ഇതുപോലെ ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നൊരു വൈദികൻ, ഇതുപോലെ ഭാവികൾക്ക് വേണ്ടി കരയുന്നൊരു വൈദികൻ, ആത്മദാഹത്തിന് വേണ്ടി നെഞ്ചുപൊട്ടുന്ന ഒരു വന്ധ്യവൈദികനായ മാത്യു നായ്ക്കമ്പറമ്പിലച്ചനാണ് നാളെ ശുശ്രൂഷ നയിക്കുന്നത്. നമ്മളെല്ലാവരും നിങ്ങൾ പരിചയപ്പെടുത്തണം. നാളെ 9 മണിക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്പറമ്പിലച്ചന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാ മക്കളും പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിലെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, ഈ ആശീർവാദ സമയത്ത് പ്രത്യേകിച്ച് അബോർഷൻ നടന്നിട്ടുള്ള കുടുംബങ്ങളുടെ മേൽ അത്ഭുത വിടുതൽ ഇപ്പോൾ സംഭവിക്കും. അങ്ങനെയുള്ള ഗർഭപാത്രങ്ങളെ കർത്താവ് വിശുദ്ധീകരിക്കാൻ പോവാം. അതാരോടും പറയണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇത് കഴിയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയണം, ദൈവം വീണ്ടെടുത്തതിന്. അതുകൊണ്ട് ഈ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. മുട്ടിന്മേൽ നിന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ചേർന്ന് പാടാം. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ ഈശോയേ, തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിക്കുവാൻ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, തിരുവിലാവിലെ രക്തമൊഴുകി കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. ശാപ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനത്തെ കുറ്റബോധത്തിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ.
അബോർഷൻ എന്ന മാരകമാവൃത്തി ദേശത്തെ വിടുവിക്കണമേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം.